ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം. എല്ലാ മഹത്വവും പുകഴ്ചയും ഞാൻ തിരുപാദപീഠത്തെങ്കിൽ അർപ്പിക്കുകയാണ്. അവിടുന്ന് നമ്മെ അങ്ങിങ്ങായി പരിപാലിക്കുന്നു എന്ന കാര്യമൊക്കെ പറയാനിടയായല്ലോ. അവിടുത്തെ സൂക്ഷിപ്പിൻ കീഴിലാണ് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവശക്തിയിൽ നമ്മെ കാത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പത്രോസ് തൻ്റെ ലേഖനത്തിലൂടെ പറയുന്നു. കഴിഞ്ഞു പോയ ഒരാഴ്ച എന്ന് പറയുന്നത് വളരെ സംഭവബഹുലമായ ഒരാഴ്ചയാണ്. ആ ആഴ്ചയിൽ സംഭവിച്ച പല കാര്യങ്ങളും ആത്മീയരായ നിങ്ങളോട് സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളൊരു ടോപ്പിക്കിൽ നിന്ന് സംസാരിച്ചു പോകുന്നതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് അധികം പോകുന്നില്ല. എങ്കിലും ചില സൂചനകൾ നിങ്ങളുടെ മുമ്പാകെ വെക്കേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ അപ്രതീക്ഷിതമായി ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഖത്തറിലെ ഖത്താർ എന്ന് പറയുന്ന സ്ഥലത്ത് ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ ഗ്രൂപ്പിൻ്റെ ഹെഡ് ക്വാർട്ടറിൽ കൊണ്ടുപോയി ബോംബിടുകയൊക്കെ ചെയ്തു. അതായത് ഖത്തർ എന്ന് പറയുന്ന ഒരു പരമാധികാര രാഷ്ട്രത്തിൻ്റെ ടെറിട്ടറിക്കകത്തേക്ക് കടന്ന അവരുടെ ഫൈറ്റർ ജെറ്റുകൾ അവിടെ ബോംബ് വർഷിച്ചു. കുറച്ച് പേര് മരിച്ചുപോയി. ആ രാജ്യമെന്ന് പറയുന്നത് നമുക്കറിയാം, അമേരിക്കയുടെ ഒരു അലയൻസിൽപ്പെട്ട രാജ്യമാണ് ഈ ഖത്തർ എന്ന് പറയുന്നത്. ഖത്തർ എന്ന് പറയുന്ന രാജ്യം GCC കൺട്രികളിൽ വരുന്നതാണ്. അപ്പോൾ അതൊക്കെ എത്രത്തോളം ഏത് വിധത്തിൽ ടെൻഷൻസിലേക്ക് പോകുമെന്നുള്ളത് നമുക്കറിയില്ല. അതൊരു സീരിയസ് ആയൊരു ഇഷ്യൂ തന്നെയാണ്. മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് ഒരു ടൈം ബോംബാണ്. മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് അത് എപ്പോൾ വേണേലും കത്തുപിടിക്കാം, എങ്ങനെ വേണേലും പൊട്ടിത്തെറിക്കാം, ഏത് രീതിയിൽ വേണേലും അത് പരിണാമത്തിലേക്ക് പോകാം. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം നടക്കുമ്പോൾ വിശദമായി കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ട്. എങ്കിലും ഞാനൊരു സൂചന പറഞ്ഞതേ ഉള്ളൂ. അതൊക്കെ സീരിയസ് ആയ കാര്യങ്ങളാണ്. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് അതിലും ഭയാനകമായൊരു കാര്യമാണ്. അത് ഒരു പക്ഷേ നിങ്ങളിൽ മെജോറിറ്റി അറിയാത്തൊരു കാര്യമായിരിക്കും. അതായത് റഷ്യ തങ്ങളുടെ അയൽവാസികളായ പോളണ്ടിലേക്ക് അറിയാതെ ഒരു ഡ്രോൺ അയച്ചു. ഡ്രോൺ എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവമല്ല, അതൊരു പ്രദേശം മുഴുവൻ തകർത്ത് കളയാൻ പറ്റിയ സാധനമാണ് ഈ ഡ്രോൺ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഡ്രോൺ പോയി പോളണ്ടിലെ ആളൊഴിഞ്ഞൊരു സ്ഥലത്താണ് വീണത്. അപ്പോൾ ഇവരതിനെ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയത് അത് ഒരു അബദ്ധത്തിൽ സംഭവിച്ചതാണെന്നുള്ള രീതിയിലാണ്. ശരിക്കും അതിലെ ത്രെട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോളണ്ട് എന്ന് പറയുന്നത് നാറ്റോ സഖ്യത്തിൽപ്പെട്ട രാജ്യമാണ്. അമേരിക്കയുടെ ബേസ് ഉള്ള രാജ്യമാണ് പോളണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു രാജ്യത്തിലേക്കാണ് ഈ സംഭവം പോയി വീണത്. അതൊക്കെ വലിയ പ്രകോപനമായിട്ടെടുക്കും. അങ്ങനത്തെ ഒരു നിസാര കാര്യം മതി ഒരു ആഗോള യുദ്ധത്തിലേക്ക് നീങ്ങാനായിട്ട്. സെക്കൻഡ് വേൾഡ് വാറിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാറിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനത്തെ ഓരോരോ ഇഷ്യൂസാണ് വലിയ സംഭവങ്ങളിലേക്ക് വഴുതി മാറിയത്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഉള്ളിൽ ചിരിക്കുകയായിരിക്കും, എൻ്റെ ദൈവമേ ഇങ്ങനെ വലിയ കാര്യം എന്തോ ആണെന്ന് പറഞ്ഞു വന്നിട്ട് റഷ്യയിൽ നിന്ന് ഡ്രോൺ വന്ന് പോളണ്ടിൽ വീണു എന്ന് പറയുമ്പോൾ നമ്മുടെ സഹോദരിമാരൊക്കെ ഉള്ളാലെ ചിരിക്കുകയായിരിക്കാം. പക്ഷേ എനിക്കങ്ങനെ വലിയ ചിരിയൊന്നും വരുന്നില്ല. ഭയാനകമായൊരു സംഭവമാണത്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ ലോകത്തിൽ സംഭവിച്ച അതിപ്രധാനമായ 2 പ്രധാന കാര്യങ്ങളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ആ ഭാഗം ഞാനങ്ങ് വിടുകയാണ്. അതൊന്നും നമ്മുടെ സബ്ജക്റ്റിൽപ്പെട്ട കാര്യങ്ങളല്ല. ന്യൂസുകളിൽ നിന്ന് നമ്മുടെ മുമ്പാകെ ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങളെ വിശുദ്ധന്മാരെ ഒന്ന് ധരിപ്പിച്ചതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങളൊക്കെ അലേർട്ടായിട്ടിരിക്കണം, ശ്രദ്ധിക്കണം, ന്യൂസൊക്കെ കാണുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞെന്ന് മാത്രം. അടുത്തൊരു കാര്യം ഇത്തിരി സമയമെടുത്ത് പറയേണ്ടതാണ്. അതായത് കഴിഞ്ഞ ആഴ്ച ഒരു ന്യൂസ് ശ്രദ്ധിക്കാനിടയായി. മലയാളക്കരയിൽ നിന്നാണ്. അതായത് കേരളത്തിൻ്റെ കിഴക്കൻ പ്രദേശമായ ഇടുക്കി ജില്ലയിൽ നിന്ന് വന്നൊരു ന്യൂസാണ്. അതായത് ഒരു വിശ്വാസിയായ ഒരു സഹോദരൻ്റെ ഭാര്യ പ്രസവിച്ചു. പ്രസവത്തോടുള്ള ബന്ധത്തിൽ ആ കുഞ്ഞു മരിച്ചുപോയി. ആ വിശ്വാസിയായ സഹോദരൻ എന്ന് പറയുന്ന ആളെക്കുറിച്ച് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്, അദ്ദേഹം അങ്ങനെ ചുമ്മാ ഒരു വിശ്വാസി മാത്രമല്ല, അദ്ദേഹം ഒരു ശുശ്രൂഷകനാണ്. അങ്ങനെ ശുശ്രൂഷകനിരിക്കുന്ന ആ സഹോദരൻ്റെ ഭാര്യ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ സമയത്ത്, അതായത് സംഭവം ക്രിട്ടിക്കലായി മാറി എന്ന് മനസ്സിലാക്കുക, ആ സമയത്ത് ആരോ ഉത്തരവാദിത്തപ്പെട്ടവരോ അയൽവാസികളോ ഒക്കെ ആയ ആളുകൾ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഡെലിവറി ആയിരുന്നു. അദ്ദേഹം അതിന് കൂട്ടാക്കിയില്ല. ആ കുഞ്ഞു മരിച്ചുപോയി. ചില സ്ഥലങ്ങളിൽ സംഭവിക്കുന്നത് ഈ കുഞ്ഞും അമ്മയും ഒക്കെ മരിച്ചു പോകുന്ന സംഭവങ്ങളുണ്ടാവും. അതായത് കേരളത്തെ പിടിച്ചൊന്ന് കുലുക്കുമാറുണ്ടായൊരു സംഭവമാണ് ചില മാസങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിൽ വ്യാപകമായിട്ട് വീടുകളിൽ പ്രസവം നടക്കുന്നുണ്ട് മുസ്ലിം സമൂഹത്തിനിടയിൽ. അവർക്കിങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്നതും മറ്റ് കാര്യങ്ങളോടൊന്നും വലിയ
താല്പര്യമുള്ള ആളുകളല്ല. ആ കാരണത്താൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. എന്നാൽ അതിനിടയിൽ പെട്ടുപിഴച്ചിട്ടൊന്ന് സംഭവിച്ചു എന്ന് പറഞ്ഞ പോലെ ചില മാസങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിൽ ഇതുപോലൊരു പ്രസവത്തോടുള്ള ബന്ധത്തിൽ അമ്മയും കുഞ്ഞുമാണോ അമ്മയാണോ അങ്ങനെ ആരോ മരിച്ചുപോയി. ഇപ്പോൾ ഒത്തിരി ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ നിജസ്ഥിതിയൊക്കെ അങ്ങ് വിട്ടുപോയി. പോലീസായി, കേസായി, ബഹളമായി, വലിയ ചർച്ചയായി, അന്തിച്ചർച്ചയായി, ദിവസങ്ങളോളം അന്തിച്ചർച്ചയ്ക്ക് ഒരു വകുപ്പായി. അങ്ങനെയൊക്കെ അതിങ്ങനെ കത്തിച്ച് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. ഈ കാര്യത്തിൽ എന്തോ ഏതോ അന്തിച്ചർച്ചക്കാരൊന്നും പിടിച്ചില്ല. അത് കാട്ടുതീ പോലെ കത്തിപ്പടർന്നില്ല. അങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ എങ്ങനെയോ കെട്ടടങ്ങിപ്പോയി. എന്നാൽ സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടന്നു കേട്ടോ. നടന്നില്ലെന്നല്ല, ചില ഈ ചർച്ചകൾ നടക്കുന്ന പ്ലാറ്റ്ഫോമുകളുണ്ട്. അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ മറ്റ് ഇതര മതസ്ഥരും യുക്തിവാദികളും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ആയ ഗ്രൂപ്പുകൾ, അവരുടെ ഗ്രൂപ്പുകളിലൊക്കെ തകൃതിയായി ചർച്ചകൾ നടന്നു. അതങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് അവർ പോയില്ല. ഭാഗ്യത്തിന് ഒന്നോ രണ്ടോ ചർച്ചകളോ പരിപാടികളോ ഒക്കെ ആയിട്ട് അവരത് അവിടെ അങ്ങ് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് സമാധാനപരമായ കാര്യം. അപ്പോൾ ഈ വിഷയം എന്തിനാണ് ഇപ്പോൾ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇത് നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിലെ ഒരു ശുശ്രൂഷകനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിച്ചതുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ വിഷയം പൊതുജന മധ്യത്തിൽ വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. അതായത് വളരെ ഗൗരവമായി ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ശുശ്രൂഷകൻ്റെ ഒരു ചാനലിൽ അദ്ദേഹം അതിനെക്കുറിച്ച് എഴുതി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ചില ആൾക്കാർ അതിനെക്കുറിച്ച് അവിടെ പറഞ്ഞു അതൊരു വിശ്വാസിയാണെന്നുള്ള രീതിയിൽ. അദ്ദേഹം ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിച്ച ആളാണ്. അങ്ങനെ അന്വേഷിച്ചതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല, അദ്ദേഹം ഒരു ശുശ്രൂഷ സമൂഹത്ത് നിൽക്കുന്ന ആളാണ് എന്നെല്ലാം അദ്ദേഹം അവിടെ പറയാനിടയായി. അങ്ങനെയാണ് ഞാൻ ഈ കാര്യം മനസ്സിലാക്കിയത്. ശുശ്രൂഷ സമൂഹത്ത് നിൽക്കുന്ന ആൾ തന്നെയാണ്, വിശ്വാസിയല്ലെന്നുള്ളത്. വിശ്വാസിയാണെന്നുള്ള നിലയിലാണ് പൊതുവെ പ്രചരിച്ചത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അദ്ദേഹം ശുശ്രൂഷ സമൂഹത്ത് നിൽക്കുന്ന ആളാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിനകത്ത് ഞാൻ കണ്ടൊരു കാര്യം, ഈ സഹോദരി വളരെ ക്രിട്ടിക്കലായി ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോകുമ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ പറയുന്നൊരു വാക്കുണ്ടല്ലോ, സുഖപ്രസവം എന്ന്. അതിൻ്റെ അർത്ഥം എന്താ? പ്രതിസന്ധികളില്ലാതെ കാര്യങ്ങളെല്ലാം പര്യവസാനിച്ച അമ്മയും കുഞ്ഞും സ്വസ്ഥമായി ശാന്തമായി ഇരിക്കുന്ന ആ ഒരു അന്തരീക്ഷത്തിനാണ് നമ്മളങ്ങനെ പറയുന്നത്. പ്രസവങ്ങളൊന്നും സുഖപ്രസവമല്ല, അതെല്ലാം കൊടിയ വേദനകളുടെ ലോകത്തുകൂടിയാണ് അവർ ആ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നത്. ആ വാക്ക് ആര് കണ്ടുപിടിച്ചെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ആയിരിക്കാമെന്നുള്ളത് ഞങ്ങൾ അനുമാനിക്കുകയാണ്. കാര്യങ്ങൾ പ്രതിസന്ധിയില്ലാതെ അക്കരെ കടന്നു, അങ്ങനെ പറയില്ലേ, അക്കരെ കടന്നു എന്നുള്ള നിലയിൽ ചിന്തിക്കുക. അതായിരിക്കും ഒരുപക്ഷെ ഉദ്ദേശിച്ചത്. പക്ഷെ ഇവിടെ പ്രതിസന്ധി മൂർച്ഛിച്ചു. സഹോദരങ്ങൾ, ഇതെല്ലാം വിശ്വാസവുമായി കണക്ട് ചെയ്ത് പറയുമ്പോൾ ലോകത്തിൽ മലയാളക്കരയിൽ ഇങ്ങനെയുള്ള വിഷയത്തിൽ ദൈവിക രോഗശാന്തി എന്ന വിഷയമൊക്കെ വളരെ ഗൗരവമായി ചിന്തിച്ചിരുന്ന ഒരു സമൂഹമാണ് മലയാളി കമ്മ്യൂണിറ്റി ഒരു കാലത്ത്. വിശേഷിച്ച് തെക്കൻ കേരളത്തിലും തെക്കൻ തമിഴ്നാട്ടിലും ഒക്കെ ഇങ്ങനെയുള്ള കാര്യത്തിൽ വളരെ ശുഷ്കാന്തിയുള്ള ആളുകളുണ്ടായിരുന്നു ഒരു കാലത്ത്. എനിക്ക് തോന്നുന്നു ഒരു 60-70കളുടെ ആ ഒരു കാലഘട്ടം വരെയൊക്കെ പെന്തക്കോസ്ത് സമൂഹം ഈ ദൈവിക രോഗശാന്തിക്ക് വേണ്ടി വളരെ ഗൗരവമായി നിലകൊണ്ടിരുന്നവരാണ്. ഇങ്ങനെ ഈ ഹോസ്പിറ്റലൊക്കെ പോകുന്ന ആളുകൾക്ക് കർത്തൃമേശ പോലും കൊടുക്കില്ലായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കർത്തൃമേശ പോലും കൊടുക്കില്ലായിരുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ വിഷയത്തിൽ, ഈ പ്രസവത്തോടുള്ള ബന്ധത്തിൽ ഞാൻ എൻ്റെ ചില നിരീക്ഷണങ്ങൾ നിങ്ങളോട് പറഞ്ഞ് മുൻപോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് പ്രസവം എന്ന് പറയുന്ന ഒരു രോഗമാണോ? എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. പ്രസവം ഒരിക്കലും ഒരു രോഗമല്ല. ഇപ്പോൾ രോഗവുമായി ബന്ധപ്പെട്ട് അവരുടെ വിശ്വാസത്തിൻ്റെ വിഷയവുമായി കണക്ട് ചെയ്യാറുണ്ട്. വിശ്വാസത്തിൻ്റെ വിഷയവുമായി കണക്ട് ചെയ്ത് ഒത്തിരി ആളുകൾ, വിശേഷിച്ച് പെന്തക്കോസ്ത് സമൂഹത്തിനിടയിലുള്ള ഒരു പ്രബലമായ സമൂഹമാണ് ദ പെന്തക്കോസ്ത് മിഷൻ എന്ന് പറയുന്ന TPM എന്ന് പറയുന്ന ആ സഹോദരങ്ങൾ. അവരുടെ ഇടയിലുള്ള ശുശ്രൂഷകരാരും ഹോസ്പിറ്റലിൽ പോവുകയോ മെഡിസിൻ എടുക്കുകയോ ഒന്നുമില്ല. പണ്ട് കാലത്ത് അവരുടെ വിശ്വാസികളൊന്നും അങ്ങനെ പോയില്ലായിരുന്നു. ഇപ്പോൾ അവരുടെ വിശ്വാസികളൊക്കെ ധാരാളമായി ഹോസ്പിറ്റലിൽ പോകുന്ന ആളുകളാണ്. എന്നാൽ പോകാത്ത ആളുകളും അവരവരുടെ ആ ഒരു പ്രതിഷ്ഠയിൽ ഇന്നും തുടരുന്ന ആളുകളും ഉണ്ട് അവരുടെ ഇടയിൽ. അത് രോഗവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ ഈ ആത്മീയ വിഷയങ്ങളൊക്കെ പഠിക്കുമ്പോൾ, പല പല കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഈ കാര്യങ്ങളെ ശരിയാവണ്ണം തുറന്ന് കിട്ടാതെ വരുമ്പോൾ ആളുകളെല്ലാം കൂട്ടിക്കുഴച്ച് കളയും, എല്ലാം കുഴച്ചു മറിച്ച് കളയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് എനിക്ക് തുടർന്ന് പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഞാൻ ഈ കാര്യവും ഒരു സൂചനയായിട്ട് നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരുന്നത്. നിങ്ങൾ ഓർക്കണം, ക്രൈസ്തവ സമൂഹം ഉരുത്തിരിഞ്ഞു വന്ന് ആദ്യത്തെ ഒരു 3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം കുഴച്ചു മറിച്ച് കളഞ്ഞു.
കുഴച്ചു മറിച്ച് കളഞ്ഞെന്ന് പറഞ്ഞാൽ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം വായിച്ചുകൊണ്ടിരുന്നിട്ട് ആ കാലഘട്ടത്തിൽ, അതായത് 3 നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് വെപ്രാളമായി, വേവലാതിയായി. വീണ്ടും ജനിക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ജനിക്കുന്നത് വെള്ളത്താലും ആത്മാവിനാലും ആണെന്നും എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ മാമോദീസ എന്ന് പറയുന്ന ആ ഒരു കാര്യപരിപാടി നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കൊടുത്തേക്കാം. കുഞ്ഞുങ്ങൾ നേരത്തെ കാലത്തെ മരിച്ചു പോയി കഴിഞ്ഞാൽ അവരെല്ലാം പാതാളത്തിൽ പോവില്ലേ എന്ന ചിന്തയൊക്കെ ഭരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഭയപ്പാടിൽ നിന്നുകൊണ്ട് കുഞ്ഞുങ്ങൾക്കും മാമോദീസ കൊടുക്കുന്ന ആ ഒരു തലത്തിലേക്ക് കടന്നു വന്ന് വെള്ളത്താലും ആത്മാവിനാലും ആണല്ലോ, പച്ച വെള്ളം കൊണ്ട് തന്നെ കുഞ്ഞിനെ വീണ്ടും ജനിപ്പിക്കുന്ന ഒരു പരിശ്രമത്തിലേക്ക് വന്നു. അങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ കുഴച്ചു മറിച്ച് കളഞ്ഞത്. കുഴഞ്ഞു മറിഞ്ഞ് പോവുകയാണല്ലോ, വെളിപ്പാടില്ലെങ്കിൽ കുഴഞ്ഞു മറിഞ്ഞു പോകും. അതുപോലെ യോഹന്നാൻ 6-ാം അധ്യായത്തിൽ എൻ്റെ മാംസം ഭക്ഷിക്കണോ, എൻ്റെ രക്തം കുടിക്കണമെന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ കാര്യം തിരിയാതെ പോയി. അതിൻ്റെ ഉള്ളടക്കം തിരിയാതെ പോയതുകൊണ്ട് അവർ ഈ പറഞ്ഞ സാധനമൊക്കെ കഴിച്ചിട്ട് പറഞ്ഞു രക്തവും മാംസവും വന്നു കഴിഞ്ഞു. ഇപ്പോൾ വായിക്കകത്തൊരു മാംസത്തിൻ്റെ ചുവയുണ്ട്, രക്തം കുടിച്ച ഫീലും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് തട്ടിവിട്ടു. ആ അധ്യായത്തെ മൊത്തത്തിൽ കുഴച്ചു മറിച്ച് കളഞ്ഞു. ലോകം മുഴുവനും വലിയൊരു പ്രബല സമൂഹം ഇന്നും അതൊക്കെ കൊണ്ടാടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇടയിൽ ഒത്തിരി വാക്യങ്ങൾ പൊരുൾ തിരിഞ്ഞ് കിട്ടിയിട്ടില്ല. പല കാര്യവും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തട്ടിമുട്ടിയൊക്കെ കിടപ്പുണ്ട്. അതുപോലൊരു കാര്യമാണ് ഇത്. ഇപ്പോൾ ദൈവിക രോഗശാന്തി എന്ന വിഷയത്തിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ ഞാൻ കണ്ടെത്തിയ നിരീക്ഷണമായി പറയുന്നത്, പ്രസവം എന്ന് പറയുന്ന ഒരിക്കലും ഒരു രോഗമല്ല. പ്രസവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ വിശുദ്ധ തിരുവഴുത്തിൽ കാണുന്നത്, മോശ ജനിച്ചതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്നത് ആ പ്രസവം എടുത്തത് സൂതികർമ്മിണികളാണ്. സൂതികർമ്മിണികൾ എന്ന് പറഞ്ഞാൽ പഴയകാലത്തെ ഗൈനിക് മേഖലയിലെ പ്രഗത്ഭരായ 2 പേരുടെ പേരാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവർ 2 പേരും പ്രഗത്ഭരായിരുന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. അവരെ ന്യൂയോർക്കിലോ പിന്നെ എവിടെയാ അവരെ ലണ്ടൻ പട്ടണത്തിലൊക്കെയുള്ള ഹോസ്പിറ്റലുകളൊക്കെ വേണമെങ്കിൽ നിയമിക്കാവുന്ന തരത്തിലുള്ള 2 പ്രഗത്ഭമതികളായ സഹോദരിമാരായിരുന്നു മോശയുടെയൊക്കെ പ്രസവം എടുത്ത കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നത്. മോശയുടെ അമ്മയ്ക്ക് ചുമ്മാ അങ്ങ് പ്രസവിച്ചാൽ പോരെ, ഈ സ്ത്രീകളുടെ സഹായം എന്തിനാ? അതിൻ്റെ ആവശ്യമുണ്ടോ? യഹോവയായ ദൈവം കരുതിക്കോളൂല്ലേ, ചുമ്മാ അങ്ങ് പ്രസവിച്ചിട്ടേക്കണം. എന്തിനാണ് അവരുടെയൊക്കെ സഹായം? അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ അത് ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ടല്ലേ ആ സൂതികർമ്മിണികളെന്ന് പറയുന്ന ആ സഹോദരിമാർ, ആ വ്യക്തികൾ അതിൽ സഹായഹസ്തവുമായിട്ട് അവിടെ കടന്നു വന്നത്. അത് ദൈവത്തെ കോപിപ്പിക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ, ദൈവത്തിന് വിരോധമുള്ള കാര്യമല്ല. അപ്പോൾ പ്രസവത്തോടൊക്കെയുള്ള ബന്ധത്തിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ആ സമയമാകുമ്പോൾ പോവുകയും അതിനകത്ത് എക്സ്പെർട്ടായിട്ടുള്ള ആളുകളുടെ സഹായം തേടുകയൊക്കെ ചെയ്യുക എന്നുള്ളത് അഭികാമ്യമായ കാര്യമാണ്. ഇപ്പോൾ ദൈവിക രോഗശാന്തിയിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ, ഓക്കെ, നിങ്ങളങ്ങനെ തന്നെ നിന്നോ. ഞാനൊരിക്കലും അങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ സമർപ്പണത്തിൽ നിൽക്കുന്ന ആളുകളെയൊന്നും ഒരിക്കലും കളിയാക്കുന്ന രീതിയിലോ ഒന്നും ഒരു വാക്ക് പോലും ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിങ്ങളാരും കേട്ടിട്ട് പോലുമില്ല. ഞാൻ അങ്ങനെ ഒരു വിഷയത്തിൽ ഉറച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഇതുവരെ. നാളത്തെ കാര്യം എനിക്കറിയില്ല. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു മനുഷ്യനാണ്. ഞാൻ തന്നെയാണ് പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഡോക്ടർമാരും നഴ്സുമാരെന്ന് പറഞ്ഞാൽ അവർ എക്സ്പീരിയൻസ് ഉള്ളവരാണ്, അവർ ധാരാളം പ്രസവം എടുത്തിട്ടുള്ളവരാണ്. ആ കാരണത്താൽ നിങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കടന്നു ചെന്ന് അവരുടെ സഹായം തേടണം. അവിടെ വെച്ചപ്പോൾ എന്തെങ്കിലും സംഭവിക്കില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ച് സംഭവിച്ചാലും അവരുടെ ഹെൽപ്പ് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഇവിടെ ഒരു വലിയ ചിന്ത വേണമെങ്കിൽ ഉരുത്തിരിഞ്ഞ് വരാം. പണ്ട് കാലത്തൊക്കെ പ്രസവിച്ചത് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടിട്ടാണോ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. വലിയ ചോദ്യം. മലപ്പുറത്തെ മുസ്ലിങ്ങൾ അതാ ചോദിക്കുന്നത്. ആ ചോദ്യം നമ്മുടെ ഇടയിൽ നിന്ന് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് പരിജ്ഞാനമില്ലാത്ത ചോദ്യമാണ്. പണ്ട് കാലത്തെ പ്രസവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം മരണങ്ങൾ സംഭവിക്കുന്ന പ്രസവങ്ങളായിരുന്നു. കുട്ടികൾ മരിക്കുന്നു, അമ്മ മരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ പണ്ട് കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഗ്രാൻഡ് മദർ 10 മക്കളെ മറ്റോ പ്രസവിച്ചത്. അവസാനം 4 മിച്ചം കിട്ടിയുള്ളൂ. 4. എൻ്റെ അമ്മയുടെ അമ്മ 12 14 കണ്ട് പ്രസവിച്ചു. അവസാനം മിച്ചം 8 മിച്ചം കിട്ടിയുള്ളൂ. അപ്പോൾ ബാക്കിയൊക്കെ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ബാക്കിയൊക്കെ മരിച്ചുപോയി. അന്നത്തെ കാലത്തെ ഒരു രീതി അതാണ്. ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയും വിശേഷാൽ നമ്മുടെ ഗവൺമെൻറ്റുകളെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുഞ്ഞോ അമ്മയോ മരിക്കാതിരിക്കുന്ന ആ ഒരു തലത്തിലേക്ക് കൊണ്ടുവരികയാണ് അവരങ്ങനെ അതിന് വേണ്ടുന്നുള്ള എല്ലാ പ്രിക്കോഷൻസും എടുക്കുകയാണ്. അതെല്ലാം എടുത്തിട്ടും മരിക്കില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനൊക്കെ എന്താ ഉത്തരം പറയുക? അതിനൊന്നും നമുക്ക് ഉത്തരം പറയാൻ കഴിയില്ല. അതായത് ഗവൺമെൻറ് ചിന്തിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, കഴിവതും മരണങ്ങൾ ഒഴിവാക്കുക. അതിന് വേണ്ടുന്ന സപ്പോർട്ട് കാര്യങ്ങൾ അവർ ചെയ്യും. അതാണ് അവർ ശ്രദ്ധിക്കുന്നത്. പണ്ട് കാലത്തും പ്രസവം എടുക്കാൻ ഞാൻ പറഞ്ഞു, ഈ സൂതികർമ്മിണികൾ എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് പരിഷ്കൃതമായ ഒരു രീതിയിലല്ല അവരുടെ കാര്യങ്ങൾ.
ഈ പുതിയ തലമുറയിൽ വളരെ പരിഷ്കൃതമായ നിലയിൽ ടെക്നോളജി എല്ലാം വികസിച്ചു വന്ന കാലഘട്ടത്തിൽ ശാസ്ത്രീയമായി കാര്യങ്ങളെല്ലാം വികസിച്ചു വന്നിട്ടുണ്ട്. ആ കാരണത്താൽ അങ്ങനെയുള്ള സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തുക, ദൈവനാമം ദുഷിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. അതാണ് ആ വിഷയത്തിൽ എനിക്ക് ഒരു സൂചന പറയാനുള്ളത്. അപ്പോൾ തന്നെ ദൈവിക രോഗശാന്തി എന്ന് പറയുന്നൊരു വിഷയമുണ്ട്. അതൊരു സീരിയസ് ആയ വിഷയമാണ്. അങ്ങനെ ദൈവിക രോഗശാന്തിയിൽ അധിഷ്ഠിതമായി മുൻപോട്ട് പോയവരാണ് മലയാളക്കരയിലെ പെന്തിക്കോസ്തിൻ്റെ ആദ്യകാല ലീഡേഴ്സ് എല്ലാം. ആദ്യകാലത്തെ ശുശ്രൂഷയിൽ ശോഭിച്ചവരെല്ലാം, എല്ലാവരും, ഒരു കുഞ്ഞില്ലാതെ വണ്ണം എല്ലാവരും അങ്ങനെ മുന്നോട്ട് പോയ ആളുകളാണ്. എല്ലാ മനുഷ്യരും, പെന്തക്കോസ്ത് ലോകത്ത് സകല മനുഷ്യരും ഒക്കെ അങ്ങനെയാണ് മുന്നോട്ട് പോയത്. കാലാന്തരത്തിൽ അതിനൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു. വിശ്വാസത്തിലെ ഏറ്റക്കുറച്ചിലുകളുണ്ടായി. മറ്റ് പല ഫാക്ടേഴ്സും അതിനോടുള്ള ബന്ധത്തിൽ കടന്നു വരും. മറ്റു പല കാര്യങ്ങളും അതിനോടുള്ള ബന്ധത്തിൽ കടന്നു വരും. ചില നാളുകൾക്ക് മുമ്പ്, 1-2 കൊല്ലം മുമ്പോ മറ്റോ ആണ്, ഞാൻ ചില ശാരീരികമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ സമയത്ത് ദൈവിക രോഗശാന്തി എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ചെയ്ത കുറേ മെസ്സേജുകൾ നമ്മുടെ ഈ ചാനലിൽ കിടപ്പുണ്ട്, യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ കുറേ ആളുകൾ വടിയും കുടയും ഒക്കെ ആയിട്ട് കടന്നു വന്നു. അങ്ങനെ ദൈവിക രോഗശാന്തിക്കൊക്കെ നിൽക്കുകയാണെങ്കിൽ പിന്നെ താങ്കൾ എന്തിനാണ് കണ്ണട വെച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കണ്ണട ഇതൊക്കെ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നൊക്കെ ചോദിച്ച് ഒത്തിരി ആളുകൾ വന്നു. പണ്ട് കാലത്ത് ഞാനും അതൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഈ ദൈവിക രോഗശാന്തിക്കൊക്കെ വേണ്ടി നിൽക്കുന്ന ആളുകൾ എന്തിനാ പിന്നെ കണ്ണട ഉപയോഗിക്കുന്നതെന്നൊക്കെ. അതിനൊക്കെ സ്പഷ്ടമായ മറുപടി നമ്മളന്ന് പറഞ്ഞിട്ടുണ്ട്. സുബോധമുള്ള ആളുകളെ കേൾക്കുന്നെങ്കിൽ കൃത്യമായി അവർക്ക് മനസ്സിലാകും അതിൻ്റെ ഗൗരവം എന്താണ്, എന്ത് കാരണത്താലാണ് ഈ സ്പെക്സ് അഥവാ കണ്ണട നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായൊരു വിശദീകരണം അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ തൃശ്ശൂർ ജില്ലയുടെ ഏതാണ്ട് ഒരു തെക്ക് പടിഞ്ഞാറ് ഭാഗം വരുന്ന അവിടെ ഒരു കച്ചവടക്കാരനായ ഒരു ഉപദേശിയുണ്ട്. ആ കച്ചവടക്കാരനായ ഉപദേശി നമ്മുടെ ഈ മെസ്സേജുകളുടെ അടിയിലൊക്കെ വന്ന ആ സമയത്ത് എന്തുമാത്രം ശല്യം ഉണ്ടാക്കിയിരുന്നെന്നറിയാവും. ഭയങ്കര ശല്യം ഉണ്ടാക്കിയിരുന്നു ആ പുള്ളിക്കാരൻ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, കാരണം അദ്ദേഹത്തെ എനിക്കറിയാം. അദ്ദേഹത്തിന് ദൈവവചനത്തിൻ്റെ ഒരു കാമ്പും കഴമ്പും ഒന്നും അറിയാത്തൊരു ഒരാളാണ്. പിന്നെ അഹങ്കാരം കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പുച്ഛിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നേച്ചർ ഉണ്ട് എന്ന് മാത്രം. അപ്പോൾ സഹോദരങ്ങളെ, ഹൈറേഞ്ചിൽ പ്രസവിച്ച ഈ സഹോദരിയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് ന്യൂസിൽ വന്ന കാര്യങ്ങൾ ഒരു സൂചന പറയായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കടന്നു ചെന്ന് ആ കാര്യങ്ങളിൽ ഏർപ്പെടുകയും അതുപോലെ ദൈവനാമം ദുഷിക്കപ്പെടാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളതാണ് നമ്മളെ മേലാലും കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ പറയാനുള്ളത്. അപ്പോൾ തന്നെ ഞാൻ അതിനോട് ചേർത്ത് പറയുകയാണ്, ദൈവിക രോഗശാന്തി എന്നുള്ളൊരു വിഷയം ഗൗരവമായൊരു വിഷയമാണ്. അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും എല്ലാ മെസ്സേജുകളിലൊന്നും നമ്മൾ പറയാറില്ല. അന്ന് ഒരു സാഹചര്യം കടന്നു വന്നതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ മറ്റ് സമയങ്ങളിലൊന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ വിഷമിപ്പിക്കാറില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നതോ വൈദ്യനെ സന്ദർശിക്കുന്നതോ അതൊന്നും പാപമാണെന്നൊന്നും ബൈബിൾ പഠിപ്പിക്കുന്നില്ല. അങ്ങനെയൊന്നും ബൈബിളിൽ ഒരു ടീച്ചിങ് ഇല്ല. വൈദ്യരെ കാണുക, മരുന്ന് മേടിക്കുക, നിങ്ങളുടെ രോഗത്തോടുള്ള ബന്ധത്തിൽ ചികിത്സിക്കുക എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് നിശ്ചയമായും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാം. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. മലയാളക്കരയിൽ ഇങ്ങനത്തെ ഒരു സമീപനമായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു കാലത്ത്. ഒരു സമയം കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ ഇതൊക്കെ ഈ AK-47 ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്നുള്ള നിലയിലേക്ക് ബലപ്രയോഗം പോലെ ആ ഒരു തലത്തിലേക്ക് വന്നു. ഇതിങ്ങനെയാണ്, ഇങ്ങനെ അല്ലാതെ ഒരു കാര്യം ഇവിടെ നടക്കില്ല എന്നുള്ള നിലയിലേക്കൊക്കെ വന്നപ്പോൾ ആളുകൾ ഒളിച്ചും പാത്തുമൊക്കെ വൈദ്യരെ കാണാൻ പോയി തുടങ്ങി. പിന്നെ ഇതിനൊന്നും ഫലപ്രദമായി വചനത്തിൽ നിന്നൊന്നും മറുപടി പറയാൻ കഴിയാതെ അങ്ങനെ ഒരു വല്ലാത്ത പരുവത്തിലായി. അങ്ങനെയൊക്കെ ശ്രേഷ്ഠമായ ഈ കാര്യങ്ങളൊക്കെ മലയാളികൾ എന്നേ മറന്നുപോയ കാര്യങ്ങളാണെന്നറിയാവോ. അതാ ഞാൻ പറഞ്ഞേ, ഇന്ന് പെന്തക്കോസ്തുകാരുടെ ഇടയിൽ പഴമക്കാരായ കുറേ ആൾക്കാരും അതുപോലെ ഞാൻ പറഞ്ഞ ആ ഒരു ഗ്രൂപ്പ് അവരും അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈ കാര്യത്തിനൊക്കെ ഊന്നൽ കൊടുക്കുന്നത്. മലയാളക്കരയിൽ ധാരാളം സെമിനാരികൾ വന്നു. അവിടെ ഉയർന്ന തലത്തിലുള്ള പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നു. MTH ലെവല്, ഡോക്ടറേറ്റ് ലെവലിൽ അങ്ങനെയൊക്കെയുള്ള ആളുകൾ സെമിനാരിയിലൊക്കെ പഠിപ്പിക്കുന്ന നമ്മുടെ വേദാധ്യാപകരിൽ ഏറിയ പങ്കും ഡോക്ടറേറ്റ് ഒക്കെ ഉള്ളവരാണ്. അങ്ങനെ ഗ്രീക്ക്, ഹീബ്രു ഇതൊക്കെ ധാരാളമായി നമുക്കിങ്ങനെ തുറന്നു കിട്ടി. ഇങ്ങനെ ഇതൊക്കെ കിട്ടിയ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ആളുകളെല്ലാം ചോദിക്കാൻ ആരംഭിച്ചു, അതിന് വാക്യമുണ്ടോ, ഇതിന് വാക്യമുണ്ടോ, അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ എന്നൊക്കെ ചോദിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആളുകളും ചിന്തിച്ചു, ശരിയല്ലേ, ബൈബിളിൽ എവിടെയെങ്കിലും അപ്പോസ്തലന്മാരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഡോക്ടറെ കാണാൻ പോകരുത്, വൈദ്യരെ കാണണ്ട എന്നൊന്നും ബൈബിളിലെങ്ങും വാക്യമില്ല. പിന്നെ എന്തർത്ഥത്തിലാണ് അങ്ങനെ പറയാൻ പറ്റുന്നത്?
ഇതൊക്കെ കോമൺ ആയിട്ട് മാറി. പണ്ട് കാലത്ത് ശുശ്രൂഷകർ, വിശ്വാസികൾ വളരെ സീരിയസ് ആയി മുൻപോട്ട് പോയ കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു. കേരളത്തിലെ ഒരു പ്രസിദ്ധമായ കൺവെൻഷനിൽ ഒരു ശുശ്രൂഷകൻ പ്രസംഗമധ്യേ പറഞ്ഞു, അതുപോലെ പല ശുശ്രൂഷകന്മാരും പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളല്ല. ഇതിനകത്ത് കടന്നു വന്നതിന് ശേഷം അറിഞ്ഞതും കേട്ടതും പഠിച്ചതും അനുഭവ സമ്പത്തുള്ള ആളുകളിൽ നിന്ന് മനസ്സിലാക്കിയതുമായ കാര്യങ്ങളാണ്. പിന്നെ ഈ അടുത്ത കാലത്തൊക്കെ ഇങ്ങനെ ഈ പ്രസംഗങ്ങൾ നമുക്ക് പല സംവിധാനത്തിലൂടെ കേൾക്കാൻ പറ്റുമല്ലോ. അങ്ങനെ കേട്ടതും ഒക്കെയായ കാര്യങ്ങൾ വെച്ചാൽ പറയുന്നത്, അന്ന് പാമ്പ് കടിച്ച ആളുകളെപ്പോലും അവർ വൈദ്യരെ കാണിക്കാതെ വിശ്വാസികൾ ചുറ്റും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും അതുപോലെ അവരുടെ ആ വിഷം ഇറങ്ങിപ്പോവുകയും അവർ സൗഖ്യം പ്രാപിച്ച് ചാടി എഴുന്നേൽക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രേഷ്ഠരായ ദൈവദാസന്മാർ പലയിടങ്ങളിലും പറഞ്ഞത് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമായ കാര്യമാണ്. അങ്ങനെ അവർ പ്രസംഗിച്ച ആ പ്രസംഗങ്ങളുടെ അത്രയും ഭാഗങ്ങളൊക്കെ ചില ആളുകൾ കട്ട് ചെയ്തെടുത്ത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിടും. അത് കേൾക്കുന്ന ഓർത്തഡോക്സുകാരൻ, അത് കേൾക്കുന്ന ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, യുക്തിവാദികൾ എന്തായിരിക്കും പറയുന്നത്? മൂർഖം പാമ്പ് കഴിച്ചിട്ട് ഇവൻ പ്രാർത്ഥിച്ചെന്നോ, ഇവനെല്ലാം ഭ്രാന്തന്മാരാണ്, ഭ്രാന്തന്മാരാന്നല്ലേ അവർ പറയുള്ളൂ. ആ പ്രസംഗവും കേൾക്കാതെ അതിൻ്റെ അത്രയും ഭാഗം മാത്രം കട്ട് ചെയ്തുകൊണ്ടുപോയി കേൾപ്പിച്ചു കഴിഞ്ഞാൽ അവരങ്ങനെയല്ലാതെ അവർക്ക് പറയാൻ പറ്റുമോ? ഇന്ന് നമ്മുടെ രാജ്യത്ത് ലോകത്തുള്ള സിസ്റ്റം എന്ന് വെച്ചാൽ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായ ആൻറ്റിവനം ചെയ്യണം, അതിനുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോകണം. അല്ലാതെ പണ്ടത്തെ പെന്തിക്കോസുകാർ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞ് ഇന്ന് അങ്ങനെ ആരും ചെയ്യില്ല. ഇന്ന് വൈദ്യരെ കാണിക്കാനായിട്ട് കൊണ്ടുപോവുകയുള്ളൂ. അതുപോലെ എന്ത് അസുഖമാകട്ടെ അതിന് അതിൻ്റേതായ സ്പെഷ്യലൈസ് ചെയ്ത ആളുകൾ ഇന്ന് ലോകത്തുണ്ട്. അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടേഴ്സിൻ്റെ അടുക്ക പോയി ആ വിഷയത്തിൻ്റെ പരിഹാരം കണ്ടെത്താനാണ് എല്ലാവരും പരിശ്രമിക്കാറ്. അതല്ലേ സത്യം? നമ്മളിൽ ബഹുഭൂരിപക്ഷം പേരും അങ്ങനെയാണ്. വിഷയം മനസ്സിലാക്കി കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വൈദ്യരുടെ അടുക്ക നമ്മൾ പോകും. അങ്ങനെ പോയി കാര്യങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുകയാണ് പതിവ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിനോടുള്ള ബന്ധത്തിൽ ഈ വിശ്വാസി സമൂഹത്തിനിടയിൽ നിന്നും പാസ്റ്റേഴ്സിനിടയിൽ നിന്നും ഒക്കെ പറയുന്ന ഒരു വാക്യമാണ്. പാസ്റ്റേഴ്സ് അധികം പറയാറില്ല, വിശ്വാസികളുടെ ഇടയിൽ നിന്ന് പറയുന്നൊരു വാക്യമാണ്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 10, 11, 12 വാക്യങ്ങൾ. ആ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. മാത്യു ചാപ്റ്റർ 9, മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 10, 11, 12 വാക്യങ്ങൾ. അവൻ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ വളരെ ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിനോടും അവന്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു. പരീശന്മാർ അത് കണ്ട് അവന്റെ ശിഷ്യന്മാരോട്, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശു അത് കേട്ടപ്പോൾ, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. സൗരങ്ങൾ ഇപ്പോൾ വായിച്ച ഈ വേദഭാഗത്തേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ നമ്മൾ കാണുന്നത്, നമ്മുടെ കർത്താവ് ആ ഭവനത്തിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ വളരെ ചുങ്കക്കാരും പാപികളും വന്ന യേശുവിനോടും അവൻ്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു. പരീശന്മാരത് കണ്ടു അവൻ്റെ ശിഷ്യന്മാരോട്, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ആശ്ചര്യപ്പെടുകയാണ് അവർ. നിങ്ങളുടെ ഗുരു വലിയ ഭക്തനായ ഗുരുവാണെന്നും ദൈവസന്നിധിയിൽ നിന്ന് വന്നതാണെന്നൊക്കെയാണല്ലോ പറയുന്നത്. എന്നിട്ടും ഇവർ ചുങ്കക്കാരാണ്, പാപികളാണ്, പാപിനികളാണെന്നൊന്നും തിരിച്ചറിയാൻ കഴിഞ്ഞില്ലേ? ഇവരുടെ കൂടെയൊക്കെ ഇരുന്നിട്ടാണോ ഭക്ഷിക്കുന്നത്? യഹൂദനെ സംബന്ധിച്ച് ശുദ്ധീകരണ നിയമങ്ങൾ ഒത്തിരി ഉള്ളവരാണ്. ബാഹ്യ ശുദ്ധീകരണത്തിന് വലിയ പ്രാധാന്യമുണ്ട് യഹൂദന്മാരുടെ ഇടയിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്തരക്കാരുമായിട്ട് യേശുക്രിസ്തു സഹവർത്തിക്കുന്നതും അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. ആശ്ചര്യപ്പെട്ട് പരീശന്മാർ ചോദിക്കുകയാണ് ശിഷ്യന്മാരോട്, ഇത് എന്താ പരിപാടി? അത് കേട്ടിട്ട് യേശുക്രിസ്തു മറുപടി കൊടുക്കുന്നത് എങ്ങനെയാണ്? ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, രോഗിക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ടോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. അല്ലേ? ന്യായമായൊരു ചോദ്യമാണ്. അതായത് പൊതുലോകവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പരീശന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് കർത്താവ് ചോദിക്കുകയാണ്. അവർക്ക് മനസ്സിലാകുന്നൊരു ഭാഷയാണത്. വേറെ ഭാഗത്ത് കർത്താവ് പറയുന്നില്ലേ, ഒരു മനുഷ്യന് 100 ആടുണ്ടെന്നിരിക്കട്ടെ എന്ന്. അപ്പോൾ ആട്ടിടയന്മാരും ആടും ഒക്കെ ആയിട്ട് സഹവസിക്കുന്ന മനുഷ്യരാണ് ഇസ്രായേലിൽ. അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ അവരുടെ നാട്ടിൽ വൈദ്യന്മാരുണ്ട്. നമ്മൾ പുതിയ നിയമത്തിൻ്റെ രചയിതാക്കളിൽ ഒരുവനായ ലൂക്കോസിനെ കാണുന്നുണ്ട്. ലൂക്കോസ് ഒരു വൈദ്യനാണ്. അതുപോലെ വൈദ്യന്മാരെ കുറിച്ചൊക്കെ നമുക്ക് പുസ്തകത്തിൽ പലയിടങ്ങളിലും കാണാം. വൈദ്യന്മാർ ആ നാട്ടിൽ ധാരാളം ഉണ്ടാകുമല്ലോ. വൈദ്യന്മാർ എല്ലാ കാലത്തും ഉണ്ട്. മനുഷ്യർക്ക് മനസ്സിലാകുന്ന കാര്യമാണ്, രോഗിയായി കഴിഞ്ഞാൽ രോഗികൾ വൈദ്യനെ സന്ദർശിക്കും. ഈ രോഗിയും വൈദ്യനും എന്നുള്ളൊരു വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് കർത്താവ് തനിക്ക് പറയാനുള്ള ഗൗരവമായൊരു കാര്യത്തെ പറയാനാണ് പരിശ്രമിച്ചത്. പറയാൻ പരിശ്രമിച്ച കാര്യം എന്താ?
ഈ 12-ാം വാക്യത്തിൽ പറയാണ്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, യാഗത്തിലല്ല കരുണയിലത്ര ഞാൻ പ്രസാദിക്കുന്നത് എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പീൻ. ഞാൻ നീതിമാന്മാരെയല്ല പാവികളെ അത്ര വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ കാതലായ കാര്യത്തിലേക്ക് വന്നു അടുത്ത വാക്യത്തിൽ, ഞാൻ നീതിമാന്മാരെയല്ല പാവികളെ അത്രയും വിളിപ്പാൻ വന്നത്. ബൈബിൾ പഠിപ്പിക്കുന്നു നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ലെന്ന്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമി വന്നത് പാപികളെ രക്ഷിപ്പാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള മനുഷ്യരോട് സഹവർത്തിക്കുകയും ഇടപഴകുകയൊക്കെ ചെയ്തത്. പാപത്തെ വെറുക്കുമ്പോൾ തന്നെ പാപിയെ സ്നേഹിക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്, അല്ലേ? നമ്മൾ ഈ പുസ്തകം പഠിക്കുമ്പോൾ നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. പാപത്തെ വെറുക്കുകയും അപ്പോൾ തന്നെ പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു നല്ല കർത്താവിനെയാണ് നമുക്ക് ഈ പുസ്തകത്തിലൂടെ വെളിപ്പെട്ട് കിട്ടുന്നത്. ഈ 12-ാം വാക്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ പല പ്രിയപ്പെട്ടവരും അവരുടെ ചിന്തയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യത്തെ സ്ഥാപിക്കാനായിട്ട് വരുന്നത്. കണ്ടില്ലേ, നമ്മുടെ കർത്താവ് പോലും പറഞ്ഞിട്ടുണ്ട് രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട്. രോഗിയാണോ, രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട്, അതുകൊണ്ട് വൈദ്യൻ്റെ അടുക്ക പോകണമെന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ കർത്താവ് പറഞ്ഞതെന്നാണ് ആളുകൾ പറയുന്നത്. എത്രയോ പേര് എന്നോട് ഈ കാര്യം പറഞ്ഞ് വന്നിട്ടുണ്ടെന്നറിയാവോ? ഈ എത്രയോ പേര്. ഇങ്ങനെയുള്ള പല വാക്യങ്ങളും എടുത്തുകൊണ്ടാണ് ആളുകൾ തെറ്റായ രീതിയിലെ കാര്യങ്ങളെ വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും വരുന്നത്. ഇത് അനേകരുടെ തലയിൽ കിടക്കുന്നൊരു വേദഭാഗമാണ്. പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ മറ്റ് ഇതര ക്രൈസ്തവരുടെ തലയിൽ കിടക്കുന്നൊരു കാര്യമാണ് ഈ ഒരു കാര്യം. അപ്പോൾ ഇത് പറഞ്ഞു വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നതും വൈദ്യനെ കാണുന്നതും ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അതൊന്നും പാപമാണെന്നല്ല ഞാൻ സമർത്ഥിക്കാൻ പോകുന്നത്. ഈ സഹോദരിയുടെ പ്രസവത്തോടുള്ള ബന്ധത്തിലാകട്ടോ ഞാൻ ഈ പറഞ്ഞു വന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ എക്സ്പേർട്ടായ ആളുകളുടെ അടുക്കൽ പോയിട്ടാണ് അതൊക്കെ ചെയ്യേണ്ടത്. തന്നെത്താനെ ഭാര്യയും ഭർത്താവും കൂടെ വീട്ടിലിരുന്നല്ല പ്രസവം എടുക്കേണ്ടത്, അത് അപകടത്തിലേക്ക് പോകുമെന്നുള്ള കാര്യം സൂചിപ്പിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതേസമയം ദൈവിക രോഗശാന്തിയിൽ നിൽക്കുന്ന പല സഹോദരങ്ങളുണ്ട്. അവർ അവരുടെ വിശ്വാസത്തിലും അവരുടെ കാര്യത്തിലും ഉറച്ചു നിൽക്കുക. അതിനെ കളിയാക്കുന്നൊരു ഉപദേശിയുണ്ട്. ആ ഉപദേശിയുടെ കാര്യം നമ്മൾ കുറേ ആഴ്ചകളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുള്ളി കളിയാക്കും, ഭയങ്കരമായിട്ട് കളിയാക്കി ആളെ ഒരു പരുവത്തിലാക്കി കളയും. അങ്ങനെ ദൈവിക രോഗശാന്തിയിൽ നിൽക്കുകയും ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് മുൻപോട്ട് പോകുന്ന ആരെങ്കിലും പുള്ളി കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ഉടനെ ആളുകളോട് പറയും, ബൈബിളിലൊരു വാക്യമുണ്ട്, കൂട്ടുകാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കുക. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും വായിച്ചിട്ടുണ്ടെന്ന്. വൈദ്യരെ കാണാൻ പോകണ്ടെന്ന് വാക്യമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ആ പാവങ്ങൾ തെണ്ടിപ്പോവും. അങ്ങനെ ഞങ്ങൾ വാക്യം കണ്ടിട്ടില്ല. എന്നിട്ടാണോ നിങ്ങളിങ്ങനെ അലലിയ സ്വോത്രം എന്നും പറഞ്ഞ് വീട്ടിൽ കുത്തിയിരിക്കുന്നത്? മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ നമ്മുടെ ചുറ്റും എന്തുമാത്രമുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ കുഞ്ഞുമായിട്ട് പോകാൻ പാടില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒരു ശുശ്രൂഷകനും തൻ്റെ ഭാര്യയും കൂടെ അവർ പെന്തക്കോസ്ത് അനുഭവത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണ്. വടക്കേ ഇന്ത്യയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അപ്പോൾ അവർ ആ സമർപ്പണത്തിൽ മുൻപോട്ട് പോവുകയാണ്. വലിയ പ്രായമില്ലാത്തൊരു ശുശ്രൂഷകനും ഭാര്യയാണ്. ഒരു 10-35-40 വയസ്സിൽ താഴെ മറ്റോ ഉള്ളൂ. അപ്പോഴാണ് ഞാൻ പറഞ്ഞ നമ്മുടെ കഥാനായകനായ ഉദ്ദേശിയ അവിടെ കടന്നു ചെല്ലുന്നത്. പുള്ളി പെട്ടെന്ന് കോപിച്ചു, ദേഷ്യപ്പെട്ടു. എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? 20-ാം നൂറ്റാണ്ടിലോ 21-ാം നൂറ്റാണ്ടിലോ അത് 22-ഓ ഏത് നൂറ്റാണ്ടാണോ, ഈ നൂറ്റാണ്ടിലൊക്കെ ജീവിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ വേണ്ടത്? പ്രാർത്ഥനയും ഇങ്ങനെയൊക്കെ ആയിട്ടാണോ ഇരിക്കേണ്ടതെന്ന് ചോദിച്ചു. വേഗം വണ്ടി കയറിക്കും, നമ്മൾ പോയേക്കാന്ന് പറഞ്ഞു. വളരെ കാലങ്ങളായി സമർപ്പണത്തിൽ ജീവിച്ച ആ ഉദ്ദേശി അന്ന് പരിപാടി നിർത്തി. ഇങ്ങേരുടെ വർത്തമാനം കേട്ട് അങ്ങനെ അങ്ങ് പോയി. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ തെറ്റായി ചിന്തിക്കരുത്. ഒരാൾ ഡോക്ടറെ കാണുന്നതോ മെഡിസിൻ ഉപയോഗിക്കുന്നതൊന്നും പാപമാണെന്നല്ല പറഞ്ഞു വരുന്നത്. ഇങ്ങനെ ഇതിൻ്റെ മറുവശം ഉണ്ടെന്നും കൂടെ ഞാൻ പറഞ്ഞു വരുന്നത്. അതിനൊരു മറുവശവും കൂടെ ഉണ്ടെന്ന്. ആ മറുവശം എന്ന് പറയുന്നത് ഈ വാക്യത്തെ പ്രതി, ഇപ്പം നമ്മൾ വായിച്ച വാക്യത്തെ പ്രതി വൈദ്യരെ കാണാനൊന്നും കർത്താവ് പറഞ്ഞതായിട്ടല്ല നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. അത് പാപവുമായി ബന്ധപ്പെട്ടാണ്. ലോകത്തിലെ ദീനക്കാരായവർക്ക് വൈദ്യര് സൗഖ്യം കൊടുക്കുന്ന പോലെ പാപം എന്ന വിഷയത്തിൽ പാപരോഗം ബാധിച്ച മനുഷ്യർക്ക് സൗഖ്യം കൊടുക്കുന്ന സൗഖ്യദായകനായ വൈദ്യനാണ് താനെന്നാണ് കർത്താവ് പറഞ്ഞു വരുന്നത്. അതാണ് അതിൻ്റെ രത്നച്ചുരുക്കം. വേറെ കഥയൊന്നും അതിനകത്തില്ല, വേറെ കഥയൊന്നുമില്ല. അതിനോട് ചേർത്ത ഞാനിപ്പോൾ ഈ പറഞ്ഞു വരുന്നത്, ഒരു ഉപദേശി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളെ കളിയാക്കുന്നതും അവരോട് ചോദിക്കുന്നതുമായ ചോദ്യവും ഈ വാക്യവും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് അവരെ ട്രാപ്പിലാക്കുന്നത്. നോക്കണം, എന്തുകൊണ്ടാണ് മലയാളക്കരയിൽ പൂർവന്മാരെ ഇങ്ങനൊരു ചിന്തയിലേക്ക് വന്നത് സഹോദരങ്ങളെ? ലോകത്തിൽ പലയിടത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ മലയാളക്കരയിൽ വലിയ അക്ഷരാഭ്യാസമോ വലിയ കാര്യങ്ങളൊന്നും അറിയാത്ത ഈ ആളുകൾക്ക് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനൊരു ചിന്ത വന്നത്? നിങ്ങളാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് നമ്മൾ പെന്തക്കോസ്ത് സമൂഹത്തിൽ നിൽക്കുമ്പോൾ അതിനൊരു ചരിത്രമില്ലേ? അതിൻ്റെ പൂർവ്വചരിത്രം പഠിക്കണം.
ആ ചരിത്രം പഠിക്കുമ്പോൾ അതിലെ ശുശ്രൂഷകരും വിശ്വാസികളും എല്ലാം ദൈവിക രോഗശാന്തിയിൽ അടിയുറച്ച് മുൻപോട്ട് പോയവരാണ്. കാലാന്തരത്തിൽ മാറ്റം സംഭവിച്ചു. എന്തുകൊണ്ട് മാറ്റം സംഭവിച്ചു? പഠിതാക്കൾ കാര്യങ്ങളെ അന്വേഷിക്കേണ്ടവരാണ്. വചനത്തിൽ നിന്ന് കാര്യങ്ങളെ നമ്മൾ ഗ്രഹിക്കേണ്ടവരാണ്. നമുക്ക് ദൈവവചനം തരുന്ന ബോധ്യങ്ങൾ എന്താണ് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണ്ടേ. അപ്പം ഞാൻ 2-3 വാക്യങ്ങളും കാര്യങ്ങളും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ വായിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. ഈ ഭാഗത്ത് ഞാൻ അധികം നിൽക്കില്ല, പേടിക്കേണ്ടാരും. നിങ്ങളെ ഒന്നും ഞാൻ കുഴപ്പത്തിലാക്കില്ല. ധൈര്യമായിട്ടിരിക്കുക. നിങ്ങൾ ഏത് വൈദ്യരെയാണോ കാണുന്നത് ആ പുള്ളിയെ കാണാനുള്ള ചീട്ട് ഇന്ന് രാത്രി മീറ്റിംഗ് കഴിയുമ്പോൾ തന്നെ ബുക്ക് ചെയ്തേക്കുക. നിങ്ങൾ നാളെ പോകുന്നുണ്ട് പൊക്കോ, അല്ലെങ്കിൽ മറ്റന്നാളാണെങ്കിൽ മറ്റന്നാളത്തേക്ക് ബുക്ക് ചെയ്തോ. സജിപ്പാസ്റ്റ് അങ്ങനെയൊന്നും പറഞ്ഞ് ആരും കുഴപ്പമുണ്ടാക്കരുത്. ഞാൻ കുറച്ച് വാക്യങ്ങൾ മാത്രം ഒന്ന് വായിക്കുന്നതേ ഉള്ളൂ. നമുക്ക് യാക്കോബിൻ്റെ ലേഖനത്തിലെ 5-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യം ഒന്ന് വായിക്കാം. അതായത് പരിചിതമല്ലാത്ത ഒരു വാക്യം ഞാൻ വായിക്കുന്നില്ല. പരിചിതമായ വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ഇത് എന്തുകൊണ്ടാണ് മലയാളക്കരയിൽ അന്നത്തെ കാലത്ത് ആളുകൾ ഇങ്ങനൊരു തലത്തിലേക്ക് വന്നത്, പിന്നീട് അതിനെന്ത് സംഭവിച്ചു, ഇന്ന് അങ്ങനെ വല്ലവരും ഉണ്ടോ എന്നൊക്കെയുള്ളൊരു ചിന്ത ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഒന്ന് വെക്കുന്നതാണ്. യാക്കോബ്, ജെയിംസ് ചാപ്റ്റർ 5. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ പൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ഇപ്പൊ നമ്മൾ വായിച്ചത് യാക്കോബ് 5:14-15 അല്ലേ? എങ്ങനെയാ 14 തുടങ്ങുന്നത്? നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ വൈദ്യരെ വരുത്തട്ടെ. അവൻ സ്റ്റെതസ്കോപ്പ് വെച്ച് അവൻ്റെ നെഞ്ചത്തും കഴുത്തിലും എല്ലായിടത്തും വെച്ച് കാര്യങ്ങളെ പരിശോധിക്കട്ടെ. അങ്ങനെയാണോ യാക്കോബ് പറയുന്നത്? യാക്കോബ് എന്താ പറഞ്ഞത്? ആദിമസഭയിലെ വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ അവർ രോഗികളായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ പോകുമ്പോൾ അത് പല കാരണങ്ങളാൽ രോഗം വരാം. സൗരങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണം. പല കാരണങ്ങളാൽ രോഗം വരാം. വിശ്വാസത്തിൻ്റെ പരിശോധന എന്നൊരു വിഷയമുണ്ട്. സാത്താൻ രോഗമിടുന്നൊരു വിഷയമുണ്ട്. നമ്മുടെ പരിജ്ഞാനക്കേട് കൊണ്ട് രോഗം വരും. മഴ പെയ്യുമ്പോൾ എടാ കുടയെടുക്കടാ എന്ന് പറയുമ്പോൾ ആ കുടയെടുക്കാതെ തോന്നിയതുപോലെ മഴയത്തൂടെ പോയിട്ട് തിരിച്ചു കയറി വന്ന് ചുമയും കുരയായിട്ടിരുന്ന് കുരച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ അതൊന്നും ഭയങ്കര ഭക്തിയുടെ ഭാഗമായിട്ട് കൂട്ടരുത്. അതെല്ലാം പരിജ്ഞാനക്കേടിൻ്റെ ഭാഗമാണത്. അങ്ങനെയൊക്കെ രോഗം വരാം. പിന്നീട് ഒരു കാര്യത്തിലും കൂടെ രോഗം വരാം. അതെങ്ങനെയാ? തിരുമേശയോടുള്ള ബന്ധത്തിൽ സൂക്ഷ്മതയില്ലാതെ കരം നീട്ടിക്കഴിഞ്ഞാൽ രോഗത്തിനടിപ്പെടാം. അങ്ങനെയൊക്കെ രോഗത്തിനടിപ്പെട്ട ഒത്തിരി മനുഷ്യരുണ്ട്. ഒത്തിരി മനുഷ്യരുണ്ട്. അപ്പോൾ ഇങ്ങനെ പലവിധ കാരണങ്ങളാൽ രോഗത്തിലേക്ക് കടന്നു പോകാനായിട്ട് സാഹചര്യം വരും. പലവിധമായ കാരണത്താൽ. ഈ വാക്യം വായിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഒരു വെളിപ്പാടാണ് കൊണ്ടുവരുന്നത്. എന്താ വെളിപ്പാട്? വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. പുതിയ നിയമ സഭയിൽ ഒരു അപ്പോസ്തലൻ പറയാണ്, നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും ദീനമായി കിടക്കുകയാണെങ്കിൽ, അഥവാ രോഗിയായി കിടക്കുകയാണെങ്കിൽ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. ബഹുവചനത്തിലാണ് പറയുന്നത്. മൂപ്പന്മാരെ വരുത്തട്ടെ. ഒന്നിലധികം മൂപ്പന്മാർ കാണും. സഭയിലെ എൽഡേഴ്സ് അങ്ങനെയുള്ളവരെ വരുത്തട്ടെ. അങ്ങനെ അവരെ വരുത്തി കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. അന്നത്തെ കാലത്തെ രീതിയാണ്. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. ഇനി അവനിൽ എന്തെങ്കിലും പാപത്തിൻ്റെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, ക്രമീകരിക്കേണ്ട മേഖലകളുണ്ടെങ്കിൽ തമ്മിൽ പാപം ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യമൊക്കെയാണ് അവിടെ പറയുന്നത്. അവിടെ ശുശ്രൂഷയിലിരിക്കുന്ന മൂപ്പന്മാർക്ക് വലിയ പ്രാധാന്യമാണ്. മൂപ്പന്മാർ കൈവച്ച് പ്രാർത്ഥിക്കണം, എണ്ണ പൂശി പ്രാർത്ഥിക്കുന്ന കാര്യം പറയുന്നുണ്ട്. അങ്ങനെയാണല്ലോ വായിച്ചത്. അതിന് പകരം നമ്മളിന്ന് ചെയ്യുന്ന രീതി സ്പെഷ്യലൈസ്ഡ് ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തേണ്ടതാണെങ്കിൽ വരുത്തും, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകേണ്ടതാണെങ്കിൽ അങ്ങോട്ട് പോയി ആ കാര്യത്തിനൊക്കെ ഒരു തീർപ്പാക്കും. അതാണല്ലോ സാധാരണ നമ്മൾ ചെയ്യുന്ന രീതി. അതൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എഴുതാപ്പുറമൊന്നും വായിച്ചേക്കരുത്, ചുറ്റിക്കരുത് തന്നെ. അതൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ലിസി ഹോസ്പിറ്റലാണ് പോകുന്നെങ്കിൽ അവിടെ തന്നെ പൊക്കോ. വേറെ മോളിയുടെ ഹോസ്പിറ്റലോ മേഴ്സിയുടെ ഹോസ്പിറ്റലോ ഒന്നും പോകണ്ട. ലിസി തന്നെ പോയാൽ മതി. ഒന്നും മാറ്റരുത് ഈ പ്രസംഗം കേട്ടിട്ട്. പക്ഷെ ഞാൻ ചില കാര്യങ്ങൾ പറയാണ്. ആദിമസഭയോടുള്ള ബന്ധത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു. 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സും സ്കൂളിൽ പോകാത്തതായ മലയാളി പെന്തിക്കോസിൻ്റെ പൂർവന്മാരായ പിതാക്കന്മാർ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പക്ഷേ അവരുടെ തലയ്ക്കകത്ത് കത്തിക്കാണും, എൻ്റെ കർത്താവ് ഇങ്ങനെയൊക്കെയാണല്ലോ എഴുതിയിരിക്കുന്നത്. അപ്പോസ്തലന്മാരും ആദിമ നൂറ്റാണ്ടിലെ വിശുദ്ധന്മാരും ഒക്കെ ഈ ഒരു തലത്തിലാണ് നിന്നെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് നിൽക്കാൻ പാടില്ല എന്നൊക്കെ അവർ ചിന്തിച്ച് കാണും. എൻ്റെ ഒരു അനുമാനമാകട്ടോ.
എൻ്റെ അനുമാനം അങ്ങനെയൊക്കെയാണ്. ഈ വചനങ്ങളൊക്കെ അവരെ സ്പർശിച്ചു കാണും. അപ്പം നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സഭ ഒത്തുകൂടണം, മൂപ്പന്മാരെല്ലാം വരണം. അങ്ങനെ സഭ ഒത്തുകൂടി ആ വിഷയത്തിൽ ദൈവമുഖത്തേക്ക് നോക്കണം. മറുപടി വരുന്നത് വരെ, ഉത്തരം കിട്ടുന്നത് വരെ എന്ത് ചെയ്യുക? പ്രാർത്ഥനയിൽ ജാഗരിക്കുക. കൂടുതലായി കഴിഞ്ഞിട്ട് എഴുന്നേക്കൂ. അങ്ങനത്തെ ശാഠ്യങ്ങളായിരുന്നു അവർക്ക്. അപ്പോൾ നിങ്ങൾ ചോദിക്കും നൈറ്റ് ഷിഫ്റ്റിന് പോകേണ്ടതെന്ന്. എന്ത് നൈറ്റ്? അവർക്ക് അന്നത്തെ കാലത്ത് നൈറ്റ് ഷിഫ്റ്റും ഡേ ഷിഫ്റ്റൊന്നുമില്ല. എല്ലാം വന്ന് തമ്പടിക്കുകയാണ് അവിടെ. അത് ഉപവാസത്തോടും പ്രാർത്ഥനയോടുവാൻ. വല്ല കട്ടൻ കാപ്പി അനത്തി കൊടുത്താൽ മതി. അതിനകത്ത് മധുരം ഇടേണ്ടവരോ ഇടാത്തവരോ ഒക്കെ അത്രയൊക്കെ ഉള്ളൂ. ഇച്ചിരി പഞ്ചസാര മേടിക്കണമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇത്തിരി കട്ടനൊക്കെ കൊടുത്ത് എല്ലാവരും പ്രാർത്ഥനയും ജാഗരണമായിട്ടിരിക്കുന്നു. ആളെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ടാണ് ഇവരൊക്കെ വിടിപോളൂ. ഭയങ്കര സംഭവങ്ങൾ അന്നത്തെ കാലത്ത് നടക്കുന്നത്. അന്നത്തെ കാലത്തേക്ക് മടങ്ങി പോകണമെന്നൊന്നും ഞാൻ ചാട്ടി പിടിക്കുന്നില്ല കേട്ടോ. ഇനി അതൊക്കെ കേട്ടിട്ട് എന്നെ തീവ്രവാദി ആക്കിയേക്കരുത്. എന്നെ വെറുതെ വിടണം. ഞാനൊരു ഭാവം പിടിച്ചോനാ. അടുത്തൊരു കാര്യം നമുക്ക് വായിക്കാനുള്ളത് 2 ദിനവൃത്താന്തം 16:12. എനിക്ക് സ്ട്രൈക്ക് ചെയ്ത വാക്യമാണത്. 2 ക്രോണിക്കൽ ചാപ്റ്റർ 16:12. 2 ദിനവൃത്താന്തം 16-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. ആസയ്ക്ക് തന്റെ വാഴ്ചയുടെ 39-ാം ആണ്ടിൽ കാലിൽ ദീനം പിടിച്ചു. ദീനം അതികഠിനമായിരുന്നു. എന്നാൽ അവൻ തന്റെ ദീനത്തിൽ യഹോവയല്ല വൈദ്യന്മാരെ അത്രേ അന്വേഷിച്ചത്. യഹോശഫാത്തിന്റെ അപ്പനായ ആസയെക്കുറിച്ച് നമ്മൾ വായിക്കുകയാണ് 12-ാം വാക്യത്തിലൂടെ. എന്താ വായിച്ചത്? ആസയ്ക്ക് തൻ്റെ വാഴ്ചയുടെ 39-ാം ആണ്ടിൽ കാലിൽ ദീനം പിടിച്ചു. സൗരങ്ങളെ 38-ാം ആണ്ടിൽ എന്താ സംഭവിച്ചത്, 33-ാം ആണ്ടിൽ എന്താണെന്നും എന്നോട് ചോദിക്കരുത്. എനിക്കറിയില്ല. ഞാനതിൻ്റെ മുകളിലുള്ള വാക്യമോ താഴെയുള്ള വാക്യമോ ഒന്നും ഞാൻ വായിക്കുന്നില്ല. എനിക്ക് സമയമില്ല. ഞാൻ ഈ 12-ാം വാക്യം വായിച്ചപ്പോൾ ഒന്ന് നിന്നുപോയി അവിടെ. ഇത് എന്തിനാ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? ഇതിൻ്റെ ആവശ്യം കേട്ടോ. നമ്മളെ കുഴപ്പിക്കാനല്ലേ എഴുതി വെച്ചത്. എന്തെന്നാ വായിക്കുന്നത്? തൻ്റെ 39-ാം ആണ്ടിൽ കാലിൽ ദീനം പിടിച്ചെന്ന്. ദീനം അതികഠിനമായിരുന്നു, കലശലായ ദീനമായിരുന്നു. എന്നാൽ അവൻ തൻ്റെ ദീനത്തിൽ യഹോവയല്ല വൈദ്യന്മാരെ അത്ര അന്വേഷിച്ചത്. യഹൂദ രാജാവായ ആസ തൻ്റെ ദീനത്തിൽ യഹോവയല്ല അന്വേഷിച്ചത്, വൈദ്യന്മാരെ അത്ര അന്വേഷിച്ചതെന്ന്. അപ്പോൾ രാജാവും പരിവാരങ്ങളും വൈദ്യന്മാരെ അന്വേഷിക്കാതെ യഹോവയെ മാത്രം അന്വേഷിച്ചു കഴിഞ്ഞാൽ വൈദ്യശാല മുഴുവൻ പൂട്ടിപ്പോകില്ലേ സഹോദരങ്ങളെ? ഈ വൈദ്യശാല നടത്തുന്ന വൈദ്യന്മാർ അവരും സ്വോത്രകാഴ്ചയൊക്കെ ഈ യെരുശലേം ദേവാലയത്തിൽ കൊണ്ട് ഇടുന്നവരല്ലേ. യെരുശലേം ദേവാലയത്തിൻ്റെ ശ്രീഭണ്ഡാരത്തിൽ വൈദ്യന്മാരുടേതായ സ്വോത്രകാഴ്ച ഒന്നും വേണ്ടേ? എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റുമോ? വൈദ്യന്മാരും കഞ്ഞി കുടിച്ചു പോകണ്ടേ? രോഗികളവിടെ വരണ്ടേ? എന്നാലൊക്കെയല്ലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ രാജാവ് തന്നെ ഒരു മാതൃക കാണിക്കാമെന്ന് വിചാരിച്ചോ? വൈദ്യരിൽ ഞാൻ ആശ്രയിക്കുന്നില്ല, യഹോവയിൽ ആശ്രയിക്കാമെന്ന് വെച്ചാൽ പ്രജകളെല്ലാം അങ്ങനെ പോവില്ലേ? പ്രജകളൊക്കെ അങ്ങനെ പോയി കഴിഞ്ഞാൽ വൈദ്യശാല പൂട്ടിപ്പോവും. അവിടെയാണ് എനിക്ക് ഇതൊരു വിസ്മയമായിട്ട് തോന്നിയത്. നിങ്ങൾക്കാർക്കും അങ്ങനെ തോന്നുന്നില്ലായിരിക്കും, പക്ഷേ എനിക്ക് വിസ്മയമായിട്ടാണ് തോന്നുന്നത്. ഏതാണ്ട് ഒരു 10,000-2,500 കൊല്ലം മുമ്പുള്ള കാര്യമായി പറയുന്നത്. അന്ന് ഈ രാജാവ് വൈദ്യരിൽ ആശ്രയിക്കാതെ യഹോവയിൽ ആശ്രയിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ തകിടം മറിയില്ലേ? ചരിത്രത്തിൽ അതൊരു കീഴ്വഴക്കമായിട്ട് മാറില്ലേ? അതൊരു കീഴ്വഴക്കമായിട്ട് മാറിപ്പോയാനെ. ഇസ്രായേലിൻ്റെ നടുവിലും പിന്നെ പുതിയ നിയമസഭ ആരംഭിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത് യാക്കോബ് സ്ലീഹ തന്നെ 2 ദിനവൃത്താന്തം നമുക്ക് വായിക്കാം എന്ന് പറഞ്ഞ് പുള്ളിയും ചിലപ്പോൾ വായിക്കും. ആസ അന്നത്തെ കാലത്ത് യഹോവയിൽ ആശ്രയിച്ചു, വൈദ്യരിൽ ആശ്രയിച്ചില്ല. അതുകൊണ്ട് സഭയിൽ ദീനമായി കിടക്കുന്നവർ ആസയെ പോലെ യഹോവയെ അന്വേഷിക്കുക, വൈദ്യരിൽ ആശ്രയിക്കേണ്ട, അന്വേഷിക്കേണ്ട എന്ന് യാക്കോബ് ഒന്നുകൂടെ കടുപ്പിച്ച് പറഞ്ഞേനെ. ഇതിപ്പോൾ വലിയ കടുപ്പമില്ലാതെയാണ് യാക്കോബ് പറഞ്ഞത്. ഈ ഭാഗം കൂടെ കോട്ട് ചെയ്തേനെ പുള്ളി, ഈ ഭാഗം കൂടെ. പക്ഷെ ഇവിടെ ആസ നേരെ തിരിച്ചാണ് ചെയ്തത്. ആസ എന്താ ചെയ്തത്? ആസ വൈദ്യരിൽ ആശ്രയിച്ചു. ആ കാരണത്താൽ നമ്മൾ പെന്തിക്കോസുകാരും അങ്ങനെ തന്നെ ആസയെ പിന്തുടരുന്നു. തെറ്റൊന്നുമില്ല. ആസ ആരാന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ അഭിഷിക്തൻ, തെക്കേ ദേശത്തെ ദൈവത്തിൻ്റെ രാജാവ് അല്ലേ? തെക്കേ ദേശത്ത് ദൈവം എഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ രാജാവ്. ആ സ്ഥിതിക്ക് ദൈവത്തിൻ്റെ അഭിഷിക്തൻ കാണിച്ച ഒരു മാതൃക നമുക്കും പിന്തുടരാവുന്നതാണ്. നമ്മളത് തന്നെയാണ് പിന്തുടരുന്നത്. അപ്പോൾ ഈ വാക്യം വായിച്ചിട്ട് ഇതിൻ്റെ വിശദീകരണം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് വിശദീകരണം? അല്ലാതെ എനിക്കൊരു വിശദീകരണമില്ല. അപ്പോൾ എന്തിനാ വായിച്ചതെന്ന് ചോദിച്ചാൽ ചുമ്മാ വായിച്ചതാ. പീരിമേട്ടിലോ ഏതോ ഒരു സ്ഥലത്ത് ഒരു സഹോദരി പ്രസവത്തിൽ മരിച്ചു. ഉള്ള ബന്ധുക്കോസുകാരെല്ലാം ഇളകുന്നു, കത്തോലിക്കൽ ഓർത്തഡോക്സുകാരെല്ലാം ഇളകുന്നു. സത്യത്തിൽ അവർ പരിജ്ഞാനക്കേടാ കാണിച്ചത്. നമ്മൾ തലകുരിച്ച് സമ്മതിക്കുന്നു, അതങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. എന്നാൽ മറ്റൊരു കൂട്ടം മനുഷ്യർ അവിടെ ഇവിടങ്ങളിൽ
ഒരു ശേഷിപ്പെന്നോണം ദൈവിക രോഗശാന്തിയിൽ ഉറച്ചു നിൽക്കുന്നവരുണ്ട്. അവരെയൊക്കെ ഇതിൻ്റെ പേരിൽ അപഹസിക്കാനോ കളിയാക്കാനോ നിന്ദിക്കാനോ ഒന്നും പോകേണ്ട കാര്യം നമുക്കില്ലല്ലോ. അവരാർക്കും ശല്യമില്ലാതെ അവരുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് അവർ പോട്ടെ. നമ്മൾ ആസയുടെ പിന്മുറക്കാരായതുകൊണ്ട് ആസയുടെ വഴിയിൽ നമ്മൾ പോവുക, അത്ര തന്നെ. ഇതൊരു പഴയ നിയമത്തിലെ കാര്യമല്ലേ? ഈ പഴയ നിയമത്തിലെ കാര്യം എടുത്ത് ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ 21-ാം നൂറ്റാണ്ടിൽ ഇതും പൊക്കി പിടിച്ചുകൊണ്ട് വരണമെന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിലെ എന്തെല്ലാം കാര്യം നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത്? അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരുമെന്നുള്ളത് ആസയ്ക്ക് ഒത്തിരി മുമ്പുള്ള കാര്യമല്ലേ? അത് പൊക്കി പിടിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ. അത് പൊക്കി പിടിക്കുന്നവർക്ക് അതും കഴിഞ്ഞ് എത്രയോ നൂറ്റാണ്ട് കഴിഞ്ഞുണ്ടായ കാര്യം ആസയുടെ കാര്യം. ഇതൊന്ന് പൊക്കി പിടിച്ചുകൊണ്ട് വരാൻ മേലെ? ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, മറ്റ് പുസ്തകമൊക്കെ പറഞ്ഞ് ഈ അനുഗ്രഹമൊക്കെ പറയുന്ന ആളുകളോട് എൻ്റെ ഒരു ചോദ്യമാണ്, ഈ ആസ എന്ന് പറയുന്ന രാജാവ് യഹോവയായ ദൈവത്തിൽ ആശ്രയിക്കാതെ വൈദ്യരിൽ ആശ്രയിച്ചു. അല്ല, യഹോവയായ ദൈവത്തെ തന്നെ ആശ്രയിക്കുക എന്ന് പറയുന്നൊരു കീഴ്വഴക്കം എവിടെയാണ് തുടങ്ങിയത്? പുറപ്പാട് ദിവസം 15-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം. എക്സോഡസ് ചാപ്റ്റർ 15:26. ഞാൻ ആസ എന്തുകൊണ്ട് യഹോവയിൽ ആശ്രയിച്ചില്ല, അത് യഹോവയ്ക്ക് അനിഷ്ടമാണ് എന്നുള്ളത് വാസ്തവമാണ്. അല്ലെങ്കിൽ വിശുദ്ധ തിരുവഴുത്തിൻ്റെ ഭാഗമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ വിശുദ്ധ പ്രവാചകനെ കൊണ്ട് ഇങ്ങനെ എഴുതിപ്പിക്കുമോ? ഒരിക്കലും എഴുതിപ്പിക്കില്ല. അത് ദൈവത്തിന് അനിഷ്ടമായ കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് എഴുതിപ്പിച്ചത്. മേലാൽ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവർ കണ്ടോട്ടെ കേട്ടോട്ടെ എന്നോർത്ത് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ പുറപ്പാട് ദിവസം 15-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമിലേക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. ഇസ്രായേലും മിസ്രൈം വിട്ടു, അതോ ഈജിപ്ത് വിട്ടു, ചെങ്കടൽ കടന്നു, നേരെ കയറി വരുന്ന ആദ്യത്തെ സ്ഥലമാണ് മാറ. മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ ആദ്യത്തെ പ്രധാന പോയിന്റാണ് മാറ. മാറയിൽ അവർക്കുണ്ടായ പ്രതിസന്ധി നമുക്കറിയാം. വെള്ളത്തിൻ്റെതായൊരു വിഷയത്തിൽ അവരെ പരിശോധിച്ചു. ആ പരിശോധനയിൽ അവർ ഒരളവിൽ പരാജയപ്പെട്ടു. അവരവിടെ പിറുപിറുത്തു. അപ്പോൾ ആ സമയത്ത് യഹോവയായ ദൈവം പറയുന്ന കാര്യമാണ് ഇപ്പോൾ വായിച്ചത്. എന്താ വായിച്ചത്? നീ എൻ്റെ വചനം പ്രമാണിച്ചാൽ, നീ എന്നിൽ ആശ്രയിച്ചാൽ, എൻ്റെ വചനത്തിൽ നിലനിന്നാൽ, എൻ്റെ ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുന്നത് എന്താ? അവരുടെ മുൻപോട്ടുള്ള പ്രയാണത്തിൽ അവരാരെങ്കിലും ബലഹീനരായോ, അവർ ക്ഷീണിതരായോ, രോഗികളായോ? ഒന്നുമില്ല. സൗഖ്യമാക്കുന്ന യഹോവ അവരുടെ പാളയത്തിലുണ്ട്. അവരുടെ മധ്യേ നടകൊള്ളുകയാണ് ജീവനുള്ള ദൈവം. ആ ദൈവം അവരെ മരുഭൂമിയിൽ വഹിച്ചു. ചില ഭാഗത്ത് അവരെ ചുമലിൽ ചുമന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ അവരെ കൊണ്ടു നടക്കുകയാണ്. അവരുടെ വസ്ത്രം പിഞ്ഞിപ്പോയിട്ടില്ല, അവരുടെ ഇടയിൽ ബലഹീനനുണ്ടായില്ല, അവരുടെ ചെരുപ്പ് തേഞ്ഞു പോയില്ല. അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നില്ലേ? ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. ആ ഒരു തലത്തിലൊന്നും ഇസ്രായേൽ അങ്ങനെ മുൻപോട്ട് പോയില്ല സഹോദരങ്ങളെ. മുൻപോട്ടുള്ള പ്രയാണത്തിൽ അവർ പലപ്പോഴും പതറിപ്പോയിട്ടുണ്ട്. അവർ ദൈവത്തിൽ ആശ്രയിക്കുകയോ വചനത്തിൽ നിലനിൽക്കുകയോ ഒന്നും ചെയ്യാതെ അവർ മുൻപോട്ട് പോയിട്ടുണ്ട്. മിസ്രൈമിലെ പല വ്യാധിയെക്കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലേവ്യ പുസ്തകം 26-ാം അധ്യായം, ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലൊക്കെ വരുമ്പോൾ വലിയവനായ ദൈവം തൻ്റെ വചനം അവർക്ക് കൊടുക്കുകയാണ്. ആ വചനത്തിൽ നിലനിന്നാൽ, വചനം പ്രമാണിച്ചാൽ, ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ചാൽ ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന നിലയിൽ അവിടെ എല്ലാം പറയുന്നുണ്ട്. ശാപവും അനുഗ്രഹമൊക്കെ പറയുന്ന സമയത്ത്. അല്ലെങ്കിൽ ഈ പറയപ്പെട്ട സകല രോഗങ്ങളും അസുഖങ്ങളും ചിന്തിക്കാൻ പോലും പറ്റാത്ത, ഭാവന കാണാൻ പോലും പറ്റാത്ത അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിന്നെ വന്ന് പിടിക്കുമെന്നാണ് പറയുന്നത്. ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചില്ലേ? ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചു. അവർ പിന്നത്തേതിൽ പ്രവാസത്തിൽ പോയി. അതായത് വടക്കേ ദേശക്കാർ അശൂറിലേക്ക് പോയി, തെക്കേ ദേശക്കാർ ബാബേലിലേക്ക് പോയി. അങ്ങനെ ആ പോയതിന് ശേഷം അവർ മടങ്ങി വന്നതിന് ശേഷം പിന്നെ അവർ ലോകം മുഴുവനും ചിതറിപ്പോയി നമുക്കറിയാം. നമ്മുടെ കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം, അല്ലെങ്കിൽ ഏകദേശം AD 70 ബന്ധത്തിൽ ലോകം മുഴുവനും ചിതറിപ്പോയിട്ടുള്ളതാണ് ചരിത്രം. അങ്ങനെ ചിതറിപ്പോയതിന് ശേഷം ലോകം മുഴുവനും അവരനുഭവിച്ച അനുഭവങ്ങൾ എന്തായിരുന്നു? അവരുടെ പല പിക്ചറുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ആ മനുഷ്യരുടെ ജീവിതത്തിൽ അവർ പ്രമാണത്തിൽ നിൽക്കാത്തത് കൊണ്ട്, വചനം അനുസരിക്കാത്തത് കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അപ്പോൾ ആശയുമായി ബന്ധപ്പെട്ട് വായിച്ച വാക്യത്തോട് ചേർത്ത് ഞാൻ പുറപ്പാട് പുസ്തകത്തിലെ ഈ വാക്യം വായിച്ച ആ ഭാഗം അങ്ങനെ വിടുകയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ് ഇസ്രായേലിനോട് പറയുകയാണ്. അത് വളരെ കൃത്യമായി അവരോട് അവരുടെ പ്രവാചകനായ നായകനായ മോശ വഴി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് മോശയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയല്ലേ? ആ പുസ്തകത്തിൻ്റെ കോപ്പി ഇസ്രായേലിൻ്റെ രാജാക്കന്മാരുടെ കയ്യിൽ വേണമെന്നുള്ളത് സ്പഷ്ടമായിട്ടുണ്ടല്ലോ.
അപ്പോൾ അത് വായിച്ചും ധ്യാനിച്ചും മുൻപോട്ട് വരികയാണെങ്കിൽ ആസയ്ക്ക് മനസ്സിലാകില്ലേ? പഴയ നിയമ കാലഘട്ടത്തിൽ രാജാവായ ആസയ്ക്ക് മനസ്സിലാകില്ലേ ഞാൻ വൈദ്യരിലല്ല ആശ്രയിക്കേണ്ട യഹോവയായ ദൈവത്തിലാണെന്ന്? അപ്പോൾ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയ നിയമത്തിൻ്റെ രാജാക്കന്മാർ ഇത് കേൾക്കുമ്പോൾ എന്തായിരിക്കും വിചാരിക്കുന്നത്? ഈ പാസ്റ്റർ നമ്മളെ ചുമ്മാ ട്രാപ്പിലാക്കാൻ വേണ്ടി ഓരോരോ പ്രസംഗമായിട്ട് വരിക എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഞാൻ വചനത്തിൽ നിന്ന് കുറച്ച് കാര്യം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നതേ ഉള്ളൂ. ഒരു പാസ്റ്ററുടെ ഭാര്യ പ്രസവിച്ചു, പ്രസവത്തോടുള്ള ബന്ധത്തിൽ ഞാൻ 2 വാക്ക് നിങ്ങളോട് പറഞ്ഞു, അത്രയും കൂട്ടിയാൽ മതി. അതിലപ്പുറം കടിപ്പിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല. ഇത് കേട്ടിട്ട് ആരും തീവ്രവാദിയാകാനും പോണ്ട, ഞാൻ ഇനി മുതലൊരു വൈദ്യരെയും കാണില്ല എന്നൊന്നും ഒരാൾ ഇവിടെ ശാഠ്യം പിടിച്ചേക്കരുത്. ഞാൻ പറഞ്ഞു വൈദ്യരുമായിട്ടുള്ള സംബന്ധവും കൂട്ടുകെട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളുക. ഇതിനോടുള്ള ബന്ധത്തിൽ മറ്റൊരു ചിന്തയും കൂടെ ആളുകൾ പറയാറുണ്ട്. ആഹാ, അങ്ങനെയൊക്കെയാണോ? വൈദ്യരെ ആശ്രയിച്ച കാര്യം ഞങ്ങൾ കാണിച്ചു തരാം. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം എടുക്ക്, 38-ാം അധ്യായം 21-ാം വാക്യം വായിച്ചേ ഉപദേശി. അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിശ്ചയമായോ അവിടെ വൈദ്യരെ ആശ്രയിച്ച കാര്യം കാണാമല്ലോ, മരുന്ന് ഉപയോഗിക്കുന്ന കാര്യം അവിടെ കാണാമല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കി. എന്നാൽ അവന് സൗഖ്യം വരേണ്ടതിന് അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് പരുവിന്മേൽ പുരട്ടുവാൻ യെശയ്യാവ് പറഞ്ഞിരുന്നു. ഇപ്പം നമ്മൾ വായിച്ചത് ആഹാസിൻ്റെ മകനായ യിഹിസ്കിയാവിനോടുള്ള ബന്ധത്തിൽ താൻ ദീനമായി കിടന്നു. 38-ാം അധ്യായത്തിൻ്റെ തുടക്കം മുതൽ നമുക്ക് കാണാൻ കഴിയും യിഹിസ്കിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം യിഹിസ്കിയാവിനോടുള്ള ബന്ധത്തിൽ താൻ ദീനമായി കിടന്നു. ദൈവത്തിൻ്റെ പ്രവാചകനായ യെശയ്യാവ് തൻ്റെ അടുക്കൽ വന്ന് ഗൃഹകാര്യമൊക്കെ ക്രമീകരിച്ചോ, പെട്ടി മേടിക്കാനുള്ള കാശൊക്കെ സംഘടിപ്പിച്ചോളാനാണ് പറഞ്ഞത്. പിള്ളേർക്കുള്ള വീതമൊക്കെ കൊടുത്തോ, അത്യാവശ്യം കാര്യങ്ങളൊക്കെ വെള്ളയുടുപ്പൊക്കെ മേടിക്കാനുള്ളത് മേടിച്ചോ, പഞ്ഞിയും മേടിച്ചോ, എല്ലാ കാര്യങ്ങളും റെഡി ആക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരനൊരു അപേക്ഷ വെച്ചു, എന്നാൽ അത് ഇങ്ങനെ ആക്കാമോ, കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് ദൈവസന്നിധിയിൽ നിന്ന് പുള്ളിക്ക് ഉത്തരം കിട്ടി, എന്നാൽ അങ്ങനെ ആട്ടെ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ, തൻ്റെ അസുഖത്തോടുള്ള ബന്ധത്തിൽ പ്രവാചകൻ പറയുകയാണ് തൻ്റെ കാലിൽ അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് വെക്കാൻ. ഒന്നുകൂടെ വായിച്ചേ സൗരി. എന്നാൽ അവന് സൗഖ്യം വരേണ്ടതിന് അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് പരുവിന്മേൽ പുരട്ടുവാൻ യെശയ്യാവ് പറഞ്ഞിരുന്നു. ഒരു വലിയ പരുവന്ന് യിഹിസ്കിയാവ് ദീനത്തിലായിരിക്കുന്നു. ദീനം കലശലാന്നുണ്ട് അവിടെ, ദീനം കലശലാണ്. അപ്പോൾ അങ്ങനെ കലശലായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ യിഹിസ്കിയാവ് വൈദ്യരെ അന്വേഷിച്ചില്ല. അവിടെയാണ് ഒരു പോയിന്റ് വരുന്നത്. നിങ്ങളതൊക്കെ ശ്രദ്ധിച്ചോ? ആർക്കറിയാം? യിഹിസ്കിയാവ് വൈദ്യരെ അന്വേഷിച്ചില്ല, പുള്ളിക്കാരനെ അന്വേഷിച്ച് പ്രവാചകനെയാണ്. ദൈവത്തിൻ്റെ പ്രവാചകനായ യെശയ്യാവിനെ അന്വേഷിച്ചു. യെശയ്യാവ് വന്നു. യെശയ്യാവ് വന്നിട്ട് പ്രിസ്ക്രൈബ് ചെയ്തു, ആ പരുവിൽ ഇത്തിരി അത്തിപ്പഴക്കട്ട ഞങ്ങൾ വെച്ചേക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്യാമല്ലോ, ഞങ്ങളും അങ്ങനെ ഇടയ്ക്ക് അത്തിപ്പഴക്കട്ടയല്ലേ വെക്കുന്നത്, ചില സമയത്ത് ഞങ്ങൾ അത്തിപ്പഴക്കട്ട ഇങ്ങനെ വിഴുങ്ങാറല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇത് ദൈവത്തിൻ്റെ പ്രവാചകനായ യെശയ്യാവാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്, അല്ലാതെ ഇത് വേറെ ആരുമല്ല കൈകാര്യം ചെയ്യുന്നത്. മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ പ്രവാചകനായ യെശയ്യാവ് പറയാണ് അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് വെക്കേ, അല്ലാതെ ജോസ് ചാക്കോ പെരിയപ്പുറം അല്ല പറയുന്നത്. നമ്മുടെ ഹൃദയമൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം അല്ല പറയുന്നത് അവിടെ അത്തിപ്പഴക്കട്ട വയ്ക്കാനായിട്ട്. പറഞ്ഞത് ദൈവത്തിൻ്റെ പ്രവാചകനായ യെശയ്യാവ്. അത് അന്നത്തെ കാലത്തല്ലേ, ഇന്ന് അങ്ങനെയൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പറ്റില്ലാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ പ്രസംഗിക്കുന്നത്. നടപ്പില്ലാത്ത കാര്യം പ്രസംഗിക്കാൻ കൊള്ളാമെന്ന് ചോദിച്ചാൽ ചുമ്മാ പ്രസംഗിച്ചേക്കാം. നീ 2 രാജാക്കന്മാരെ പരിചയപ്പെടുത്തിയില്ലേ? 2 രാജാക്കന്മാരല്ല, 2 രാജാക്കന്മാരെ. അതിലൊരാളുടെ പേര് ആസയെന്നും മറ്റൊരാളുടെ പേര് യിഹിസ്കിയാവെന്നും. ഒരുത്തിന് യഹോവയെ ആശ്രയിച്ചില്ല, അല്ലെ അന്വേഷിച്ചില്ല, പകരം വൈദ്യനെ അന്വേഷിച്ചു. ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? വൈദ്യരെയൊന്നും അന്വേഷിക്കാൻ പോയില്ല, ദൈവത്തെ ആശ്രയിച്ചു. അപ്പോൾ ദൈവം തൻ്റെ പ്രവാചകനായ യെശയ്യാവിനെ പറഞ്ഞയച്ചു. എന്നിട്ട് യെശയ്യാവിലൂടെ തന്നോട് പറഞ്ഞു, തൽക്കാലം ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തോ, സൗഖ്യം വരും എന്ന് പറഞ്ഞു. ഓക്കെ, വലിയവനായ ദൈവമല്ലേ പറയുന്നത്, ദൈവം പറയുന്നതിനനുസരിച്ച് അങ്ങനെ ചെയ്തു, അതിനെന്നാ കുഴപ്പം? അപ്പോൾ സൗരങ്ങളെ, ഞാൻ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു പാരമ്പര്യ ക്രൈസ്തവ സമൂഹത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട മനുഷ്യൻ, ഞാനിങ്ങനെയുള്ള കഥയൊന്നും കേട്ടിട്ട് പോലുമില്ല. ആസയും ദീനക്കാരനും അത്തിപ്പഴക്കട്ട ഒരു കുന്തം എനിക്കറിയില്ല. ഞാനങ്ങനെ നേരെയോനും ബൈബിളും വായിച്ചിട്ടില്ലാത്ത മനുഷ്യനാണ്. ഞാനിങ്ങനെ വിശ്വാസ വഴിയിലേക്കൊക്കെ വന്ന്, അതായത് ഒരു പരുവത്തിലായി പോയ പെന്തിക്കോസിൻ്റെ നടുവിലേക്ക് ഞാനും വന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ആഴത്തിൽ ഞാനും കേട്ടിട്ടില്ല. യിഹിസ്കിയാവിനെ സംബന്ധിച്ച് യിഹിസ്കിയാവ് യഹോവയായ ദൈവത്തിൽ തന്നെ ആശ്രയിച്ചു, വൈദ്യരിൽ ആശ്രയിച്ചില്ല. അതേസമയം ആസ ഇങ്ങനെ ആശ്രയിച്ചു എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഈ കാര്യത്തിൽ ഇതൊക്കെ പ്രായോഗികമാണോ, ഇന്ന് ഇതാരെക്കൊണ്ട് സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. മലയാളക്കരയിലെ പെന്തിക്കോസ്ത് ഒരു കാലഘട്ടത്തിൽ അങ്ങനെ മുൻപോട്ട് വന്നു എന്ന് കരുതി ഇന്ന് എളുപ്പമല്ല. കാരണം ഇത് കൂട്ടായ്മയുമായി ബന്ധപ്പെട്ടൊരു കാര്യവും കൂടെയാണ്.
അതാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സൂചന. ഒരുവൻ ദീനമായി കിടന്നാൽ സഭയിലെ മൂപ്പനെ വിളിച്ചു വരുത്തട്ടെ എന്നാണ്. സഭയിലെ മൂപ്പന് സമയമുണ്ടെങ്കിലല്ലേ വരുള്ളൂ. മൂപ്പൻ എവിടെയെങ്കിലുമൊക്കെ അന്താരാഷ്ട്ര യാത്രയിലൊക്കെ ആണെങ്കിൽ മൂപ്പൻ അതൊക്കെ കഴിഞ്ഞാലേ മൂപ്പന് വരാൻ പറ്റുള്ളൂ. അതുവരെ രോഗി ജീവിച്ചിരിക്കണമെന്ന് ഗ്യാരണ്ടി ഉണ്ടോ? പണ്ട് കാലത്തെ ആളുകൾ എങ്ങും പോകുന്നില്ല. അവരാ ഇട്ടാ വട്ടത്തിൽ തന്നെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വേറെ പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ MC റോഡ് അങ്ങനെ പണിതിട്ടില്ല സഹോദരങ്ങളെ. MC റോഡ് എന്ന് പറയുന്ന ഒരു ഇടവഴി പോലെ എങ്ങാണ്ടേ ഉള്ളൂ അന്ന്. ഈ ഹൈവേ എന്നൊന്നും പറഞ്ഞാൽ അങ്ങനെ വലിയ ഹൈവേ ഒന്നുമില്ല, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. കാളവണ്ടിയിലാണ് ആകെ ആശ്രയം. കാളവണ്ടി പോയി അവിടം വരെ പോവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അവൈലബിളാണ്, എല്ലാം ചുറ്റുംപുറമുണ്ട്. വെളിപ്പുറത്തുണ്ട് എല്ലാവരും. അതുകൊണ്ട് ആളുകളെല്ലാം ഓടി വരും. പെട്ടെന്ന് പായിട്ടോളം പറയും. എല്ലാം പായിട്ട് വട്ടം കൂടിയിരുന്ന് ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം പാട്ടങ്ങ് തുടങ്ങുകയാണ്. അങ്ങനെ പാടി താഴേക്ക് വരുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്? കാൽവറി മലയിൽ ക്രൂശിൽ മരിച്ചൊരു രക്ഷകന് സ്തോത്രം പറഞ്ഞ് തുടങ്ങുകയാണ്. താഴേക്ക് വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്? രോഗശയ്യയിലേൻ കൂടെ ഇരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. അങ്ങനെയല്ലേ? രോഗശയ്യയിലേൻ കൂടെ ഇരിക്കുന്ന ദൈവത്തിന് സ്തോത്രം എന്നാണ് പറയുന്നത്. പഴയ പാട്ടൊക്കെ പാടാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇന്നത്തെ ഒരു മെസ്സേജ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ചില പാട്ടുകളൊന്നും നിങ്ങൾ പാടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ട്രാപ്പിലാക്കുക, അത്രയേ ഉള്ളൂ. ഇന്ന് നമ്മുടെ സഹോദരി ഒരു പാട്ട് പാടിയില്ലേ? ആ പാടിയ പാട്ട് നിങ്ങളുമായിട്ട് വല്ല ബന്ധമുണ്ടോ? രോഗിക്ക് വൈദ്യനവൻ, സർവശക്തൻ യഹോവയവൻ. രോഗിക്ക് വൈദ്യനവൻ, സർവശക്തൻ യഹോവയവൻ. സൗഖ്യം നൽകിത്താൻ ശക്തിയേകിടും, സൗഖ്യം നൽകിത്താൻ ശക്തിയേകിടും. എന്നും ആശ്വാസം പകരുമവൻ, എന്നും ആശ്വാസം പകരുമവൻ. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. സൗരങ്ങളെ, ഒരു കാലത്ത് ഈ പാട്ടൊക്കെ പാടി മുൻപോട്ട് പോകുമ്പോൾ പാടുന്ന ആളുകളെല്ലാം, പാട്ടെഴുതിയവരൊക്കെ യഹോവയിൽ ആശ്രയിക്കുന്നവരാണ്. അവർ വൈദ്യരിൽ ആശ്രയിക്കുന്നവരല്ല. അന്ന് ഈ പാട്ട് പാടിയവരും വൈദ്യരിൽ ആശ്രയിക്കുന്നവരല്ല, യഹോവയിൽ ആശ്രയിക്കുന്നവരാണ്. അവരാ പാട്ടൊക്കെ പാടി എത്തിക്കുന്നതിന് മുമ്പ് ആത്മാവിൽ നിറയും. ഇന്നത്തെ പോലെ 5-6 ഓർഗനും വെച്ച് ഇരപ്പിക്കുന്ന പരിപാടിയൊന്നുമല്ല. ജനമെല്ലാം മുഴങ്കാലിലാണ്, എല്ലാം മുഴങ്കാലില്ല. കസേര എന്ന് പറഞ്ഞൊരു സംഭവം ആ പഞ്ചായത്തിലെങ്ങും ഇല്ല. പ്ലാസ്റ്റിക് കസേര ഒന്നും കണ്ടുപിടിച്ചിട്ട് പോലും ഇല്ലെന്നേ. ഈ തഴപ്പായാലും കീറപ്പായാലും ഒക്കെ മുഴങ്കാൽ മടക്കിയിരുന്നാണ് ഈ ആളുകൾ ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് രക്ഷിച്ചവന് സ്തുതിയും ബഹുമാനവും കൊടുക്കുന്ന ആരാധന അർപ്പിക്കാൻ കടന്നു വന്നിരിക്കുകയാണ്. ഒരു അർപ്പണത്തിന് വേണ്ടി കടന്നു വന്നിരിക്കുകയാണ്. വീണ്ടെടുപ്പിനെ ഓർത്ത് ജീവിതത്തിൽ ചെയ്ത കരുതലുകൾ, നടത്തിപ്പുകൾ, ഉപകാരങ്ങൾ, അതിനെയെല്ലാം സ്മരിച്ചുകൊണ്ട് അവർ പാടിത്തുടങ്ങിയാണ്. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. യേശുക്രിസ്തുവിൻ്റെ നാമത്തെ ഉയർത്തിക്കൊണ്ട് ആ ദേശത്ത് ആത്മാവിലുള്ള ആരാധനയെ അവർ ആരാധിക്കുകയാണ്. അവർ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നു വചനത്തിൽ തന്നെ ആശ്രയിച്ചു, വചനത്തിൽ രസിച്ചു, ആത്മാവിനെ അനുസരിച്ച് നടന്നു. സൗഖ്യമാക്കുന്ന യഹോവയുടെ സാന്നിധ്യം അവരുടെ നടുവിലുണ്ടായിരുന്നു. നിശ്ചയമായും അങ്ങനെ അവർ പാടി സന്തോഷിച്ചു. ഒരു പാട്ടല്ല, ഞാൻ 2-3 പാട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടെന്നേ ഉള്ളൂ. ഒരുപക്ഷെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ പാട്ട് നിങ്ങളുടെ മുമ്പിൽ വരും. എൻ്റെ മുമ്പിൽ സമയമില്ലാത്തതുകൊണ്ട് എല്ലാ പാട്ടും എൻ്റെ മുമ്പിൽ വന്നില്ല. അതായത് വേറൊരു പാട്ടുണ്ട്, യാക്കോബിൻ ദൈവം ഇന്നും നമുക്കുള്ളവൻ, നമ്മെ ജീവപര്യന്തം കാത്തിടുമേ എന്ന് പറയുന്ന ആ പാട്ട്. അതിന് താഴേക്ക് വരുമ്പോൾ പാടുന്നത് ഇങ്ങനെയാണ്: സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചതിനാൽ, എല്ലാ വേദനയും അവൻ ചുമന്നതിനാൽ, അടിപ്പിണരാൽ അവൻ സൗഖ്യമാക്കി, ഇന്നും ഇമ്മാനുവേൽ അവൻ തൻ നടത്തിയിടുമേ. എന്നാ പാട്ടുകളായതെല്ലാം! ഇതെല്ലാം പണ്ട് കാലത്തെ വിശുദ്ധന്മാർ ആത്മാവിൽ എഴുതിയ പാട്ടുകൾ, അവർ ആത്മാവിൽ പാടി സന്തോഷിച്ച പാട്ടുകളാണിതെല്ലാം. അങ്ങനെ ആത്മാവിൽ എഴുതി ആത്മാവിൽ പാടി സന്തോഷിച്ച് അവർ മുൻപോട്ട് പോയി. അത് കഴിഞ്ഞു വന്ന ഒരു തലമുറയെ സംബന്ധിച്ച് ഈ ഓർഗൻ്റെ വലിയ എരപ്പീരിനിടയ്ക്ക് ഈ വലിയ ശബ്ദത്തിൽ ഇതിങ്ങനെ പാടിപ്പോകുമ്പോൾ ഇതിൻ്റെ അർത്ഥമോ വരികളോ ഒന്നും അങ്ങനെ ശ്രദ്ധിച്ചിട്ടൊന്നുമല്ല പാടുന്നത്. ഇതങ്ങനെ ഒന്നും ശ്രദ്ധിച്ചിട്ടൊന്നുമല്ല. സത്യത്തിൽ ആ ഒരു ഭാഗം വിട്ടുകളയണം. ഇന്നത്തെ പെന്റക്കോസ്റ്റ് ചർച്ചുകളിൽ ഇത് പാട്ട് ദിവസം ഇനി അച്ചടിക്കാമല്ലോ. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന അസംബ്ലീസ് ഓഡിൻ്റെ പാട്ട് ദിവസമാണ്. അവർ പാട്ട് ദിവസം അച്ചടിക്കുമ്പോൾ ഈ 3-ാമത്തെ ഈ സാധനം അങ്ങ് കട്ട് ചെയ്ത് കളയണം. തൃശ്ശൂർ എബനേസർ പ്രസ്സിലാണ് ഇത് അച്ചടിക്കുന്നത്.
അടുത്ത എഡീഷൻ അച്ചടിക്കുമ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് കളയണം. ഇതൊന്നും ശരിക്കും വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ മോഡേൺ യുഗത്തിൽ ജീവിക്കുന്ന ആളുകൾ നമ്മൾ ആശയുടെ വഴി തിരഞ്ഞെടുത്ത ആൾക്കാരാണ്. നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകേണ്ട ആൾക്കാരല്ല. നമ്മളങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകേണ്ട ആൾക്കാരല്ല. അപ്പോൾ സഹോദരങ്ങളെ, ഞാൻ ഇതിനിടയിൽ പാട്ടുകളെക്കുറിച്ച് നിങ്ങളോട് സൂചിപ്പിച്ചു. പൂർവ്വകാലത്ത് നമ്മുടെ പിതാക്കന്മാർ പാടി സന്തോഷിച്ച പാട്ടുകളെക്കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചതാണ്. ഇതൊക്കെ സൂചിപ്പിച്ചിട്ട് ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞ് ആ ഭാഗം നമുക്ക് വിടാം. നമ്മുടെ വിഷയത്തിലേക്ക് ഇന്ന് കടക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമോ, കാരണം അത്രയും സമയം മുന്നോട്ട് പോയി. ഇന്ന് രോഗശാന്തിയും വൈദ്യനും ആസയും അത്തിപ്പഴക്കട്ടയിലൊക്കെ നിന്ന് അവസാനിച്ച് പോകുമെന്ന് എനിക്ക് തോന്നുന്നത്. അതായത്, ഞാൻ എന്നെക്കുറിച്ചൊരു സൂചന നിങ്ങളുടെ മുമ്പിൽ തന്നില്ലേ? ചുമ്മാ ഒരു സമുദായസ്ഥനായ എനിക്ക് ഈ ക്രിസ്തീയ വിശ്വാസങ്ങളോ പെന്തക്കോസ്ത് അനുഭവം അതിൻ്റെ ABCD അറിയാത്തൊരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ട് ഈ ഭാഗത്തേക്ക് കടന്നു വന്നു. ഞാൻ കടന്നു വന്ന കാലഘട്ടം എന്ന് പറയുന്നത് 2000-ൻ്റെ പരിസരമാണ്. ആ 2000-ൻ്റെ പരിസരത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും പെന്തിക്കോസ്ത് ഏതാണ്ടൊരു ഊർജ്ജശ്വാസം വലിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൻ്റെ ആ ഒരു ശോഭയും മഹിമയും അതിൻ്റെ ആ ഒരു പുഷ്കലകാലമൊക്കെ അങ്ങ് ഏതാണ്ടൊക്കെ കഴിഞ്ഞു വന്ന ഒരു കാലമാണ്. അങ്ങനെ ബുദ്ധിയിലും കാര്യത്തിലും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ വിശ്വാസത്തിലേക്ക് വന്നത്. അങ്ങനെ വലിയ അനുഭവങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉള്ള ആളുകളല്ല ഞാൻ കണ്ടുമുട്ടിയ ആളുകൾ. ഞാൻ എൻ്റെ തുടക്ക സമയത്ത് കണ്ടുമുട്ടിയ പാസ്റ്റേഴ്സ് അവരാരും പ്രാർത്ഥിച്ച ഒരു ജലദോഷം പോലും മാറുന്ന ഒരു സാഹചര്യമൊന്നും അന്നില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് പണ്ട് ഞാൻ ആ സമുദായത്തിൽ ജീവിച്ചതിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നു എന്നുള്ളതല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളൊന്നുമില്ല. ഞങ്ങളുടെ നാട്ടിൽ CSIക്കാരുണ്ട്, മർത്തോമക്കാരുണ്ട്, ഇവാഞ്ചലിക്കലുകാരുണ്ട്, ലൂഥറനോ അങ്ങനെ ഏതൊക്കെയുണ്ട്. ഈ പറയുന്നവരെല്ലാം അവരെല്ലാം ക്രിസ്തീയ ലോകത്തുള്ള ആൾക്കാരാണ്. അവരെല്ലാം ചിന്തിക്കുന്ന പോലെയാണ് ഞങ്ങളുടെ അവിടെയൊക്കെയുള്ള പെന്തിക്കോസുകാരെല്ലാം ചിന്തിക്കുന്നത്. ആകെയുള്ളൊരു വിഷയം എന്ന് വെച്ചാൽ ഈ കാതിലും കഴുത്തിലും ഈ ഞാത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും അവരൊക്കെ ചിന്തിക്കുന്ന പോലെയാണ് ഈ പെന്തിക്കോസുകാർ ചിന്തിക്കുന്നത്. അവർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അവർ 108 ആംബുലൻസ് തന്നെയാണ് വിളിക്കുന്നത്. ഇവർ 109 ഒന്നും അല്ല വിളിക്കുന്നത്, ഇവരും വിളിക്കുന്നത് 108 തന്നെയല്ലേ. അപ്പോൾ 108 തന്നെ ഇവരും വിളിക്കുന്നു. എല്ലാവരും ഒരേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അതിലപ്പുറമായിട്ട് ആസ യഹോവയെ അന്വേഷിച്ചില്ല, വൈദ്യനെ അന്വേഷിച്ചു എന്നൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു ഇടപാടുണ്ടെന്നും എനിക്കറിയില്ല. അതേസമയം ഞാൻ ശുശ്രൂഷ അനുഭവത്തിലേക്ക് ഇറങ്ങി. പിന്നത്തേതിൽ ചില ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരെ കണ്ടുമുട്ടി. അതുപോലെ തന്നെ ഒരു പ്രായമുള്ളൊരു ദൈവദാസൻ, തെക്കൻ കേരളത്തിലുള്ള അദ്ദേഹം ഇന്ന് ശുശ്രൂഷയിലുള്ളൊരു ദൈവദാസനാണ്. അങ്ങനെ അദ്ദേഹമായിട്ട് ഒരിക്കലിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവമായിരുന്നു ഇത്. വളരെ പ്രായമുള്ള ആ മനുഷ്യൻ, അദ്ദേഹം ഇങ്ങനെ വചനപ്രകാരം അടിയുറച്ച ആ ഒരു സമർപ്പണത്തിൽ മുൻപോട്ട് പോയ ഒരാളാണ്. പക്ഷേ ഏതൊരു സമയം കഴിഞ്ഞപ്പോൾ, അതായത് ഈ കാലഘട്ടം എന്ന് ഓർക്കണം, ഈ 2000-ന് ശേഷമുള്ള കാലഘട്ടമാണ്. അദ്ദേഹത്തിൻ്റെ ആ സമർപ്പണത്തിൽ നിലനിൽക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ആ സമർപ്പണത്തിൽ നിലനിൽക്കാൻ കഴിഞ്ഞില്ല എന്ന കാരണത്താൽ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി വലിയ ദുഃഖമുണ്ടെന്ന്. ദൈവസന്നിധിയിൽ അദ്ദേഹം ആ ഒരു സമർപ്പണത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആളല്ലേ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടുന്നതായ കൂട്ടായ്മ ലഭിച്ചില്ല. അത് പ്രധാനമായൊരു ഘടകമാണ് സഹോദരങ്ങളെ. അദ്ദേഹത്തിന് ഫലപ്രദമായ നിലയിലുള്ള കൂട്ടായ്മ കാര്യങ്ങളൊന്നും ലഭിച്ചില്ല. അപ്പോൾ അങ്ങനെ മുൻപോട്ട് പോയി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യനാണ്, ആ ഒരു ബലഹീനതയൊക്കെ കടന്നു വരാം. അങ്ങനെയൊക്കെ കടന്നു വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മക്കളോ മറ്റാരൊക്കെയോ ചേർന്ന് അദ്ദേഹത്തെ വൈദ്യൻ്റെ അടുക്കൽ എത്തിച്ചു. ആ കാരണത്താൽ അങ്ങനെയുള്ള ശുശ്രൂഷകരോ ഏതെങ്കിലും വിശ്വാസികളോ അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലൂടെ പോയി എന്നോർത്ത് അത് പാപമാണെന്നോ ദൈവം അവരുടെ മേൽ കോപിക്കൂ എന്നൊന്നും അല്ല പറഞ്ഞു വരുന്നത്. അങ്ങനെയൊന്നും ആരും ചിന്തിക്കരുത്. നമ്മൾ പറയുന്ന ഈ പെന്തക്കോസ്ത് മൂവ്മെൻ്റ് ആരംഭിക്കുന്നതിന് പിന്നിലൊക്കെ പല മൂവ്മെൻറ്റുകളുണ്ടായിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ, 18-ാം നൂറ്റാണ്ടിൽ, 17-ാം നൂറ്റാണ്ടിൽ, അങ്ങനെ അവിടെയൊക്കെ ദൈവം അതാത് കാലഘട്ടത്തിൽ ഭക്തന്മാരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിലൊക്കെ ഉള്ളവർ നിശ്ചയമായും വൈദ്യന്മാരിൽ ആശ്രയിച്ചവർ തന്നെയാണ്. വൈദ്യന്മാരെ ആശ്രയിക്കാത്തവരല്ല അവരാരും. അവരൊക്കെ നിശ്ചയമായും വൈദ്യന്മാരെ ആശ്രയിച്ചവർ തന്നെയാണ്. വൈദ്യന്മാരെ ആശ്രയിച്ച് തന്നെയാണ് പോയത്. അതുകൊണ്ട് ദൈവത്തിന് അവരോട് കോപമുണ്ടെന്നൊന്നും അല്ല പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞു വരുന്ന കാര്യം ഇതൊരു ആത്മീയമായ ഒരു ഉയർന്ന തലമാണ്. അത്രയും ചിന്തിക്കണം. ഇതൊരു ഉയർന്ന ആത്മീയ തലമാണ്. ഇത് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഗൗരവതരമായ ഒരു വളർച്ചാഘട്ടത്തിൽ നമ്മൾ എത്തിപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില ബോധ്യങ്ങളാണ്. ആ ബോധ്യങ്ങളിൽ നമ്മൾ മുൻപോട്ട് പോവുകയാണ്. അതായത് നമ്മൾ മുന്നമേ ഒരു മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേൽ മിസ്രയീം വിട്ടു, ചെങ്കടൽ കടന്നു, അവർ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു, പിന്നത്തേതിൽ യോർദാൻ കടന്നു, അവർ വാഗ്ദത്ത ഭൂമിയിലെത്തി. അവിടെ യാത്രയിലെ ആ ഓരോ ജംഗ്ഷൻസും നോക്കി, മിസ്രയീം വിടുന്നു, ചെങ്കടൽ കടക്കുന്നു, അവർ മരുഭൂമി താണ്ടുന്നു, പിന്നെ യോർദാൻ കടക്കുന്നു. ഇതിനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പുതിയ നിയമവുമായി ബന്ധപ്പെടുത്തിയതൊക്കെ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? നാം പാപസംബന്ധമായി മരിച്ചവരാണ്,
അങ്ങനെ മരിച്ചവരായ നമ്മൾ ക്രിസ്തുവിൻ്റെ ബലിമരണം നിമിത്തം പാപമോചനം പ്രാപിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ കടന്നു വരുന്ന നാം വിശ്വാസ സ്നാനത്തിലേക്ക് കടന്നു വരുമ്പോൾ പാപസംബന്ധമായി മരിച്ച വ്യക്തികൾ വിശ്വാസ സ്നാനത്തിൽ ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെടുന്ന കാര്യമൊക്കെ നമ്മൾ റോമാലേഖനത്തിലൂടെ വായിക്കും. അതുപോലെ മറ്റൊരു ലേഖനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമാണ്, നാം ലോകത്തിനും മരിച്ചവരാണ്. പാപത്തിന് മരിച്ചവരാണ്, ലോകത്തിനും മരിച്ചവരാണ്. അങ്ങനെയാണ് നമ്മൾ സ്നാനത്തിലൂടെ മുൻപോട്ട് വരുമ്പോൾ ആ ബോധ്യങ്ങൾ നമ്മളെ ഭരിക്കുകയാണ്. സ്നാനത്തിലൂടെ മുൻപോട്ട് വരുമ്പോൾ ആ ബോധ്യങ്ങളും കൂടെ നമുക്ക് ലഭിക്കുകയാണ്. രണ്ട് പ്രധാന കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞു. പാപസംബന്ധമായി മരിച്ചവൻ ഇനി അത് തുടരാൻ കഴിയില്ലല്ലോ, അവൻ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുകയാണ്, പഴയ മനുഷ്യനെ കുഴിച്ചിടുകയാണ്. അതിനോട് ചേർത്ത് അതൊരു സമർപ്പണാനുഭവത്തിലേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത്. സ്നാനം എന്ന് പറയുന്നത് വലിയൊരു സമർപ്പണാനുഭവമാണ്. അത് ഒരു യാഗമായിട്ടാണ് സമർപ്പിക്കുന്നത്, ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ യാഗവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വരുമ്പോഴാണ് നാം ലോകത്തിനും മരിച്ചവരാണെന്നുള്ള കാര്യം പറയുന്നത്. കൊലോസ്യ ലേഖനത്തിലെ വാക്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതും കഴിഞ്ഞിട്ട് മൂന്നാമത് നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നാം സ്വയത്തിന് മരിക്കുകയാണ്. യോർദാൻ കടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വയത്തിൻ്റെ മരണമാണ് കാണിക്കുന്നത്. പഴയകാലത്ത് ചില പാട്ടുകളുണ്ട്, മരണയോർദാൻ കടക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. മരണശേഷം നാം സ്വർഗീയ കനാനിലേക്ക് കടക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ പഠിപ്പിക്കുന്ന പെന്തക്കോസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്. അവരുടെ ചില പുസ്തകങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അവർ ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. നമ്മളങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നാം വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കണം. കനാൻ എന്ന് പറയുന്നത് ഈ ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ നാം അനുഭവിക്കേണ്ട അനുഭവമാണ് കനാൻ്റെ അനുഭവം. അതായത് യോർദാൻ കടന്ന് നാം കടന്നു വരുന്നത് വാഗ്ദത്ത ഭൂമിയിലേക്കാണ്. അതാണ് കനാൻ എന്ന് പറയുന്നത്. നാം രക്ഷിക്കപ്പെട്ടു വരുന്നത് എവിടെയാണ്? ദൈവരാജ്യത്തിലാണ്. ആ കടന്നു വന്നിരിക്കുന്ന ദൈവരാജ്യം നാം അവകാശമാക്കുന്ന അനുഭവത്തെയാണ് യോർദാൻ കടന്ന് വാഗ്ദത്ത ഭൂമി നമ്മുടേതാക്കി മാറ്റുക എന്ന് പറയുന്നത്. നാം സ്വയത്തിന് മരിക്കുകയാണ് അവിടെ. നമ്മുടെ സ്വയത്തിൻ്റെ മരണമാണ് കാണിക്കുന്നത്. ആ സ്വയത്തിൻ്റെ മരണത്തിലേക്ക് കടന്നു വന്ന വ്യക്തിയോടുള്ള ബന്ധത്തിലാണ് ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, മരിക്കുന്നത് എനിക്ക് ലാഭമാണ്. പൗലോസ് ഒരു ഉയർന്ന ആത്മീയ അനുഭവത്തിലേക്ക് എത്തുകയാണ്. തൻ്റെ പ്രത്യാശ ജ്വലിച്ചു നിൽക്കുകയാണ്. താൻ ഈ ആയുസിൽ മാത്രം പ്രത്യാശയുള്ള കാര്യങ്ങളിൽ അഭിരമിക്കുന്നില്ല. ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ആയിട്ടല്ല താൻ മുൻപോട്ട് പോകുന്നത്. താൻ ഇടുക്കമുള്ള വാതിലും ഞെരുക്കമുള്ള വഴിയും, വിക്കറ്റ് ഗേറ്റും നാരോ പാത്തും കണ്ടെത്തിയ മനുഷ്യനാണ്. ആ ഇടുക്കമുള്ള വാതിലിലൂടെ, ഈ പറയപ്പെട്ട ഹർട്ടിങ് പാത്തിലൂടെ തന്നെ മുൻപോട്ട് പോകാനായിട്ട് സമർപ്പിച്ച് അത് കണ്ടെത്തിയ മനുഷ്യനാണ്. അത് കണ്ടെത്തിയ മനുഷ്യൻ്റെ ഉള്ളിലൊരു ത്രില്ലുണ്ട്. അതാണ് ക്രിസ്ത്യാനിറ്റിയിലെ ത്രില്ലെന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ച് അവർ സമ്പൂർണ്ണമായും ആ സമർപ്പണത്തിലാണ്, ബലിപീഠത്തിലാണ്. അവർ കത്തുന്ന ബലിപീഠത്തിൽ അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അനേകം പുത്രന്മാരിൽ ഒരുവനാകാൻ വേണ്ടി, അതായത് ആദിജാതിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുക എന്നുള്ള ആ ഒരു വാഞ്ച, ഉത്കടമായ വാഞ്ച, ആ ഒരു സമർപ്പണത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ മർമ്മവും കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതുവരെ പറഞ്ഞു കൊണ്ടുവന്നതിനകത്തെ ഒരു മർമ്മമുണ്ട്. ആ മർമ്മം നിങ്ങൾ കേൾക്കണം. ഈ ശരീരം ഞാൻ സ്നാനത്തോടുള്ള ബന്ധത്തിൽ സമർപ്പിച്ചു, അത് ബലിപീഠത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ബലിപീഠത്തിലേക്ക് കൊണ്ടുവന്നു കഴിയുമ്പോൾ ഇനി ഈ ശരീരത്തിൻ്റെ മേൽ എനിക്ക് അവകാശമില്ല. എന്തുകൊണ്ടാണ് സജി പാസ്റ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ 21-ാം നൂറ്റാണ്ടിൽ പറയുന്നത്? മനുഷ്യൻ്റെ കല്ലേറ് കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ടും പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലരുടെയും ചിലപ്പോൾ നെറ്റി ചുളിയും, പുരുകമൊക്കെ ചിലപ്പോൾ പൊങ്ങും. നിങ്ങളിൽ പലരുടെയും പുരുകമൊക്കെ ചിലപ്പോൾ പൊങ്ങാം. അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. പുരുകം പൊങ്ങുമോ താഴുമോ, നമുക്ക് കിട്ടിയ ബോധ്യങ്ങളും വെളിപ്പാടുകളുമാണ് പറയുന്നത്. ഈ ശരീരത്തിൻ്റെ മേലെ എനിക്ക് അവകാശമില്ല. ഈ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. പ്രിയേകനാം ദൈവം വസിക്കുന്ന തൻ്റെ കൂടാരമാണിത്. ഒരുവൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നവൻ ഇതിൻ്റെ മേലൊരു ഉത്തരവാദിത്വമുണ്ട്. ഇതിനെന്തെങ്കിലും ഏനക്കേട് വന്നു കഴിഞ്ഞാൽ, പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാൽ, ദീനം വന്നാൽ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരുവനാണ് ഇത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അല്ല, ഇത് പർച്ചേസ് ചെയ്തിരിക്കുന്ന ആരാ? ഇത് ഡിസൈൻ ചെയ്തവൻ തന്നെയല്ലേ? ഇതിനകത്ത് കോടാനുകോടി ഞരമ്പുകളെ വെച്ചു പിടിപ്പിച്ചവനല്ലേ? അല്ലേ? ഇതിനകത്തേക്ക് ജീവശ്വാസം കടത്തി വിട്ടവനല്ലേ ഇത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്? അവിടെ ഒരു ധൈര്യം വരികയാണ് നമുക്ക്. ഒരു ധൈര്യം. എന്താ ധൈര്യം? അവൻ എന്നെ പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്നും വിടുവിച്ചാൽ നിശ്ചയമായും അവൻ എന്നെ രോഗത്തിൽ നിന്നും സകലത്തിൽ നിന്നും വിടുവിക്കും. അതെൻ്റെ വിശ്വാസമാണ്. അപ്പോൾ വിടുവിച്ചില്ലെങ്കിൽ ഞാൻ ചതുരക്ക് മേച്ചക്ക് അവേദനവൻ്റെ കൂട്ടുകൂടും. അതെങ്ങനെയാ? വിടുവിച്ചാലും കൊള്ളാം, വിടുവിച്ചില്ലെങ്കിലും കൊള്ളാം എന്ന് പറഞ്ഞു കളയും. അങ്ങനെ പറഞ്ഞു കളയും. വിടുവിച്ചാലും കൊള്ളാം, വിടുവിച്ചില്ലെങ്കിലും കൊള്ളാം. ഇതിനെന്തെങ്കിലും അസുഖമോ പ്രതിസന്ധിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എനിക്കെന്താന്നേ? ഒരു പാട്ടുണ്ട്. ഈ പാട്ട് കേട്ടില്ലേ? ക്രിസ്തുവിൻ്റെ ദാനം എത്ര മധുരം, പൂർണ്ണ സമാധാനം പൂർണ്ണ ആനന്ദം എന്നൊക്കെ പറഞ്ഞ്
ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പാടുമ്പോഴാണ് ആ പാട്ടിൻ്റെയൊക്കെ ആഴം വെളിപ്പെടുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുക്കം ഇങ്ങനെയാണ്: ബുദ്ധിമുട്ട് കഷ്ടം പെരുകി വന്നാൽ എനിക്കെന്ത് നഷ്ടം? യോർദാൻ കടന്നവൻ ചോദിക്കുക, ബുദ്ധിമുട്ട് കഷ്ടം പെരുകി വന്നാൽ എനിക്കെന്ത് നഷ്ടം? രോഗത്തിൻ്റെ കഠിനമായ അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ, മറ്റ് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ അവൻ പറയുക, എനിക്കെന്ത് നഷ്ടം? പോയാൽ എനിക്കൊന്നും പോകാനില്ല, പോയാൽ നിനക്കേ പോകാനുള്ളൂ. ഞാൻ നിൻ്റെ വകയല്ലേ, പോയി കഴിഞ്ഞാൽ നിനക്ക് നഷ്ടം, നീയാണ് വില കൊടുത്ത് മേടിച്ചത്. ഇതിനകത്തൊന്നും എനിക്കൊരു അവകാശവുമില്ല, എനിക്ക് ഇതിനകത്തൊരു ഇടപാടുമില്ല, നട്ടം നിനക്ക് തന്നെയാണ്. അത്രേ ഉള്ളൂ. ഞാൻ കർത്താവിനാൽ, യേശുദാനൻ സ്വന്തം, തൻ്റെ രാജ്യവും എനിക്കുള്ള അംശം അതാരെടുക്കും? നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, ദേഹത്തെ കൊല്ലുന്നവനെ പേടിക്കേണ്ട ആവശ്യമില്ല, ദേഹിയെ കൊല്ലാൻ കഴിയുന്നവനുണ്ട്, അവനെയാണ് പേടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ഈ ശരീരത്തോടുള്ള ബന്ധത്തിലൊക്കെയുള്ള പ്രതിസന്ധികളിലൊന്നും വലിയ കാമ്പും കഴിവുള്ള കാര്യമല്ല, അതിനൊന്നും ഗൗരവം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സഹോദരങ്ങളെ, ഞാൻ ഒരു ഉയർന്ന തലം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ ആരും ഇതൊന്നും കേട്ടിട്ട് ബേജാറാകരുത്, വിഷമിക്കരുത്. ഇങ്ങനെയും ക്രിസ്ത്യാനിറ്റിക്ക് ഒരു ഉയർന്ന തലമുണ്ട്. നമ്മുടെ അപ്പോസ്തലന്മാരൊന്നും ലിസി ഹോസ്പിറ്റലിൽ പോയവരല്ല. അല്ല, അന്ന് അവിടെ ലിസി കാണില്ലേ? കാണുമായിരിക്കും. എന്നാലും അവരൊക്കെ പോയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ചിന്ത ശരിയാണെങ്കിൽ യാക്കോബ് അപ്പോസ്തലൻ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ മൂപ്പന്മാരെ വിളിച്ചു വരത്തട്ടെ എന്ന്. അപ്പോൾ പൗലോസാകട്ടെ, പത്രോസാകട്ടെ, യാക്കോബാകട്ടെ, യോഹന്നാനാകട്ടെ, ബർത്തലോമായി ആകട്ടെ, ഇവരൊക്കെ ഒരുപക്ഷെ അങ്ങനെ മൂപ്പന്മാരെയൊക്കെ വിളിച്ചു വരുത്തി അവരൊക്കെ പാട്ടും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് യഹോവയുടെ മുഖം അന്വേഷിച്ചും സൗഖ്യമാക്കുന്ന യഹോവയുടെ കരം വെളിപ്പെടുന്നത് കണ്ടിട്ട് എഴുന്നേൽക്കുന്ന പാർട്ടികളൊക്കെ ആയിരുന്നിരിക്കണം ഒരുപക്ഷെ അന്നത്തെ കാലത്ത്. ഇന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ശുശ്രൂഷകന്മാരൊക്കെ പരാജയപ്പെട്ട, എന്താ പറയുക, കുറേ ഇങ്ങനെ അക്ഷരത്തിൻ്റേതായ ശുശ്രൂഷയായിട്ട് കുറേ വർത്തമാനമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു എന്നുള്ളതല്ലാതെ നമ്മുടെ സമൂഹത്തിൻ്റെ നടുവിൽ ആ ദൈവശക്തിയുടെ വ്യാപാരം വെളിപ്പെടുന്നില്ല. നമ്മൾ ഈ പാട്ടൊക്കെ പൂർവന്മാരായ പിതാക്കന്മാർ പാടി സന്തോഷിച്ച പാട്ടല്ലേ പാടുന്നത്. ഞാനിന്ന് രതീഷുമായിട്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യായിരുന്നു. ശരിക്കും ഈ മോഡേൺ മെഡിസിനോടൊക്കെയുള്ള ബന്ധത്തിൽ മുന്നമേ ഞാൻ നിങ്ങളോട് ചില സൂചനകൾ പറഞ്ഞിട്ടുള്ളതാണ്. കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അതായത് ഇന്നത്തെ കാലത്ത് നമ്മൾ ആശ്രയിക്കുന്ന മോഡേൺ മെഡിസിൻ, ആ മോഡേൺ മെഡിസിൻ്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു BC 400 ആ ഒരു പരിസരത്താണ് മോഡേൺ മെഡിസിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്. മോഡേൺ മെഡിസിൻ്റെ ഒരു ഉത്ഭവം നമ്മൾ പറയുമ്പോൾ ഗ്രീസുമായി ബന്ധപ്പെട്ടാണ്. യവന ദേവീദേവന്മാരും അവരുടെ സങ്കല്പങ്ങളും പരിപാടികളും ഒക്കെയായി ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കെട്ടുപിണഞ്ഞ് കിടക്കുന്നത്. അത് കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ പഠിച്ചു വരുന്നത് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 7 സഭകൾക്ക് ദൂത് പറയുമ്പോൾ അതിൽ 3ാമത്തെ സഭയായിട്ട് നമ്മൾ വായിക്കുന്നത് പെർഗമോസിലെ സഭയാണ്. പെർഗമോസ് എന്ന് പറയുന്നത് ഇന്നത്തെ മോഡേൺ തുർക്കിയിലാണ്. ആസിയയിലെ 7 സഭകളിൽ ഒന്നാണല്ലോ പെർഗമോസിലെ സഭയും. ഇന്നത്തെ തുർക്കിയുടെ ഒരു ഭാഗമായ പെർഗമോസിലെ പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് അസ്കലപായസിൻ്റെ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ ദേവൻ എന്ന് പറയുന്നതാണ് ഈ അസ്കലപായസ് അല്ലെങ്കിൽ അസ്കലപിയസ് എന്നൊക്കെ പറയും. അസ്കലപിയസ് എന്ന് പറയും, അല്ലെ അസ്കലപായസ് എന്ന് പറയും, പല രീതിയിൽ അത് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഈ അസ്കലപായസ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഗ്രീക്കിൽ യവനന്മാരുടെ പ്രധാന ദേവനായ അപ്പോളോയുടെ മകനാണ് അസ്കലപായസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ക്ഷേത്രം നിലനിൽക്കുന്നത് പെർഗമോസിലാണ്. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങളും കൂടെ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവന്നിട്ട് ഞാൻ വേഗം അവസാനിപ്പിക്കാം. ഈ പുള്ളിക്കാരനാണ് ഈ അസ്കലപായസ് എന്ന് പറയുന്നയാൾ. അദ്ദേഹം ഒരു വടിയിൽ ഊന്നി നിൽക്കുകയാണ്. ആ വടിയിലൊരു പാമ്പ് ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞ് കിടക്കുകയാണ്. ആ വടിയിൽ ഇങ്ങനെ ഒരു പാമ്പ് ചുറ്റിപ്പണഞ്ഞ് കിടക്കുകയാണ്. ഇതാണ് അസ്കലപായസിൻ്റെ ക്ഷേത്രത്തിലുള്ള പ്രധാനപ്പെട്ട വിഗ്രഹം എന്ന് പറയുന്നത്. അപ്പോളോയുടെ മകനായ അസ്ക്ലേപ്പിയസ് വൈദ്യശാസ്ത്രത്തിൻ്റെയും ശാന്തിയുടെയും പുനരുജ്ജീവനത്തിൻ്റെയും വൈദ്യന്മാരുടെയും ദൈവമെന്ന് യവന സങ്കല്പം. അസ്ക്ലേപ്പിയസ് കാണിച്ച ചില ദയയ്ക്ക് പകരമായി ഒരു പാമ്പ് അസ്ക്ലേപ്പിയസിന്റെ ചെവികൾ നക്കി രഹസ്യ അറിവ് പഠിപ്പിച്ചു എന്ന് പറയപ്പെടുന്നു. ഗ്രീക്കുകാർക്ക് പാമ്പുകൾ ജ്ഞാനത്തിന്റെയും രോഗശാന്തിയുടെയും പുനരുദ്ധാനത്തിന്റെയും പവിത്ര ജീവികളായിരുന്നു. അസ്ക്ലേപ്പിയസ് ഒരു പാമ്പിനെ പൊതിഞ്ഞ ഒരു വടി വഹിച്ച് അത് രോഗശാന്തിയുമായി ബന്ധപ്പെട്ടു. അപ്പോൾ സഹോദരങ്ങളെ, ഇപ്പോൾ ഈ അസ്കലപായസിൻ്റെ ക്ഷേത്രവും ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹവും അസ്കലപായസിനെയൊക്കെ കാണിച്ചു നിങ്ങളെ. അത് കഴിഞ്ഞിട്ട് ഗൗരവമായൊരു കാര്യം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാനുള്ളത്, ഇപ്പോൾ സഹോദരൻ വായിച്ചത് നിങ്ങൾ കേട്ടല്ലോ. ഞാനത് പിന്നീട് യൂട്യൂബ് മെസ്സേജിലേക്ക് വരുമ്പോൾ അത് അങ്ങനെ തന്നെ അവിടെ റൈറ്റിങ്സ് അങ്ങനെ കൊടുക്കാം, നിങ്ങൾക്കത് വായിക്കാൻ പറ്റും അന്നേരം കുറച്ചും കൂടെ വ്യക്തമായിട്ട്. അതായത് യവനന്മാരുടെ സങ്കല്പത്തിൽ
ഈ അസ്കലപ്പായസ് അദ്ദേഹം സൗഖ്യത്തിൻ്റെ ദേവനാണ്. അദ്ദേഹത്തിൻ്റെ ക്ഷേത്രത്തിലെ 2 പ്രധാന കാര്യമാണ് അവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത്. പ്രസാദവും അതിനോടനുബന്ധിച്ചുള്ളൊരു പാനീയവും കൊടുക്കുമല്ലോ. നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളൊക്കെ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, അവിടെ നിന്ന് പ്രസാദം ലഭിക്കുമ്പോൾ ആ തീർത്ഥജലം കൈ കിട്ടുമ്പോൾ അതിങ്ങനെ കുടിച്ചിട്ട് ബാക്കി കളയാതെ തലയിൽ തൂത്ത് അങ്ങനെ അങ്ങ് പോകും. പിന്നെ അവിടുത്തെ പ്രസാദം അവർ ഭക്ഷിക്കും. അതുപോലെ ഇവിടുത്തെ പ്രസാദം എന്ന് പറയുന്നതായിരുന്നു രോഗശാന്തിക്ക് വേണ്ടി കൊടുത്തിരുന്നത്. പുരാതന ലോകത്തെ ആളുകൾ സൗഖ്യത്തോടുള്ള ബന്ധത്തിൽ അവർ കടന്നു വരുന്നത് അസ്കലപ്പായസിൻ്റെ ക്ഷേത്രത്തിലാണ്. അവിടെ കടന്നു വന്ന് ഈ തീർത്ഥം കുടിക്കുകയും അതുപോലെ അവിടുത്തെ ആ ക്യാപ്സ്യൂളുകൾ, അതുപോലെ അവിടുത്തെ പ്രസാദം, ആ പ്രസാദം പിന്നീട് വ്യാപകമായിട്ട് ജനം അവിടെ കടന്നു വന്നപ്പോൾ അത് എന്താ പറയുക, വ്യാവസായിക അടിസ്ഥാനത്തിൽ എന്നുള്ള നിലയിൽ അവിടുത്തെ പ്രസാദം നമ്മൾ കണ്ടിട്ടില്ലേ, ചില ക്ഷേത്രങ്ങളിലെ അരവണ പായസമെന്നോ അല്ലെങ്കിൽ ചില ക്ഷേത്രങ്ങളിൽ ലഡു ആയിരിക്കും, വേറെ ചില ക്ഷേത്രങ്ങളിൽ വേറെ പല സാധനങ്ങളായിരിക്കും പ്രസാദമായിട്ട് കൊടുക്കുന്നത്. അതുപോലെ ഇവിടുത്തെ ഒരു പ്രത്യേക ക്യാപ്സ്യൂൾ പോലത്തെ ഒരു സാധനം അതായിരുന്നു അവിടെ പ്രസാദമായിട്ട് കൊടുക്കുന്നത്. അത് കഴിച്ചാൽ സൗഖ്യം ഉറപ്പാണെന്നുള്ളതാണ് ആ കാലഘട്ടത്തിൽ ആളുകൾ ചിന്തിച്ചിരുന്നത്. പിന്നത്തേതിൽ സൗഖ്യം ആവശ്യമുള്ളവരെല്ലാം കടന്നു വരുന്നത് ഈ അസ്കലപ്പായസിൻ്റെ ക്ഷേത്രത്തിലായിരുന്നു. അതങ്ങനെ വളരെ പ്രസിദ്ധമായൊരു ക്ഷേത്രമായിട്ട് മാറി കാലാന്തരത്തിൽ. ആ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും മോഡേൺ മെഡിസിൻ്റെ ഒരു ആവിർഭാവവും ആ കാര്യങ്ങളെല്ലാം നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ ആ എംബ്ലങ്ങളൊക്കെ ആ പിക്ചറുകളൊക്കെ ഒന്ന് കാണിച്ചു രതീഷേ. ആ പിക്ചറുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കാണുക. ആ പിക്ചറുകൾ ഇതിനു മുമ്പ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അസ്കലപ്പായസിൻ്റെ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പിക്ചറുകളാണ് നിങ്ങൾ കാണുന്നത്. ആദ്യം കാണുന്നതാണ് അസ്കലപ്പായസും അദ്ദേഹം ഒരു വടിയിൽ പാമ്പിനെ ചുറ്റി നിൽക്കുന്ന ഒരു നിൽപ്പ് കണ്ടല്ലോ. അതാണ് മോഡേൺ മെഡിസിൻ്റെ ചിഹ്നമായിട്ട് ആധുനിക വൈദ്യശാസ്ത്രം എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ എംബ്ലത്തിൻ്റെയൊക്കെ അടിയിൽ അതിൻ്റെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാണുന്ന ഈ പിക്ചറിൽ ആ മുകളിൽ കാണുന്നത് എമർജൻസി മെഡിസിൻ്റെ പിക്ചറാണ്. ആ മുകളിൽ കാണുന്നത്, താഴെ കാണുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ എംബ്ലമാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഈ കാണുന്ന പിക്ചറിൻ്റെ ഏറ്റവും വലതുവശത്ത് കാണുന്ന പിക്ചർ, അതായത് ആ വടിയിൽ 2 പാമ്പ് കെട്ടുപിണഞ്ഞ് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ ഈ എംബ്ലം കാണാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടർമാരുടെ കാറിലൊക്കെ ഈ എംബ്ലം കാണാം. ഡോക്ടർ എന്ന് പറയുന്നതിൻ്റെ എംബ്ലമാണ് ഒരു വടിയിൽ 2 പാമ്പ് കെട്ടുപിണഞ്ഞ് നിൽക്കുന്നത്. എവിടെ നിന്നാണ് ഈ എംബ്ലമൊക്കെ വന്നത്? ഇത് പെർഗമോസിലെ അസ്കലപ്പായസിൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് വന്ന സാധനമാണ്. അപ്പം മോഡേൺ മെഡിസിനോടുള്ള ബന്ധത്തിൽ ഇവിടെ ധാരാളം മോഡേൺ മെഡിസിനോടുള്ള ബന്ധത്തിൽ ധാരാളം ഫാർമ കമ്പനികളുണ്ട്. അവരല്ലേ മെഡിസിൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ, അവർ തന്നെ മെഡിസിൻ ഉണ്ടാക്കുന്നത്. ജസ്റ്റ് നിങ്ങളെ ഒരു ചരിത്രം പറഞ്ഞ് കേൾപ്പിച്ചെന്നുള്ളൂ. നമ്മൾ ഗുളികയൊക്കെ ചുമ്മാ സ്വോത്രം ചെയ്താൽ വിഴുങ്ങിക്കോ, അതിനൊന്നൊരു കുഴപ്പമില്ല. ഇതിൻ്റെ ഒരു ഉത്ഭവവും ഇടപാടും ഒക്കെ ഇങ്ങനെയായിരുന്നു എന്ന് നിങ്ങളെ ഒന്ന് ധരിപ്പിച്ചതാണ്. അന്നത്തെ പ്രസാദം പിൽക്കാലത്ത് പ്രസിദ്ധമായി, ജനം അങ്ങോട്ട് കടന്നു വന്നു. അതങ്ങനെ വികസിച്ചു വന്നിട്ട് അതിനകത്ത് ധാരാളം പുരോഗമനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സത്യം തന്നെ, അതൊക്കെ സത്യസന്ധമായ കാര്യമാണ്. ഈ യഹൂദന്മാർ തന്നെയല്ലേ ധാരാളം കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. മാനവരാശിക്ക് പ്രയോജനം വരുന്ന ധാരാളം കണ്ടുപിടുത്തങ്ങൾ. അതിൻ്റെ എല്ലാം ഒന്നും ഞാൻ ഓർക്കുന്നില്ല, ഞാൻ പറയുന്നത് കറക്റ്റാണെന്ന് എനിക്കറിയില്ല. ആധുനികമായ പല കണ്ടുപിടുത്തങ്ങളും, പലവിധമായ ഉപകരണങ്ങൾ, അതുപോലെ വാക്സിനുകൾ, ഈ വക കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത് യഹൂദന്മാർ തന്നെയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് പറഞ്ഞ ആ യഹോവയുടെ ജനമായ യഹൂദന്മാർ തന്നെയാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത്. മാനവരാശിക്ക് ഇതൊക്കെ പ്രയോജനം ചെയ്യണം. ഇത് പറഞ്ഞപ്പോൾ ഇടയ്ക്ക് സംഭവിച്ചൊരു കാര്യം കൂടെ എൻ്റെ ഓർമ്മയിൽ വന്നു, അതൊന്ന് പറഞ്ഞേക്കാം. ഒരു സീനിയറായിട്ടുള്ളൊരു ദൈവദാസൻ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓഡിയൻസിൽ പല ഡോക്ടർമാരും നഴ്സസൊക്കെ ഇരിപ്പുണ്ട്. അപ്പം അദ്ദേഹം ചോദ്യം ചോദിക്കാനുള്ള അവസരം കൊടുത്തപ്പോൾ ചില ഡോക്ടേഴ്സ് പെട്ടെന്ന് ചില ഡോക്ടേഴ്സ് ആ ശുശ്രൂഷകനോട് അത്ര താല്പര്യമില്ലാത്ത രീതിയിൽ സംസാരിക്കാനിടയായി. അതായത് ചില ഡോക്ടേഴ്സ് തൽക്ഷണം അത്ര താല്പര്യമില്ലാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തോട് താല്പര്യമില്ലാതെ അവർ ചോദ്യം ചോദിക്കാനിടയായി. നിങ്ങൾ ഈ പറഞ്ഞു വരുന്ന രീതി അനുസരിച്ചാണ് ഞങ്ങൾ ഡോക്ടേഴ്സ്, നേഴ്സുമാരെയൊക്കെ ദൈവമല്ലേ ആക്കി വെച്ചിരിക്കുന്നത്, ജനത്തിൻ്റെ ഉപകാരത്തിന് വേണ്ടിയല്ലേ ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നതെന്നൊരു ചോദ്യം ചോദിച്ചു. ഞാനും ആ ഓഡിയൻസിൻ്റെ ഇടയിലുണ്ടായിരുന്നു. അപ്പോൾ ആ ശുശ്രൂഷകൻ എടുത്ത വഴിക്ക് തന്നെ പറഞ്ഞു, താമസമൊന്നും വന്നില്ല, തൽക്ഷണം തന്നെ മറുപടി പറഞ്ഞു, ഈ സംവിധാനങ്ങളൊക്കെ ദൈവം അനുവദിച്ചിട്ടുണ്ട്, അതൊക്കെ ജാതികൾക്ക് വേണ്ടിയാണ്, അവരുടെ സൗഖ്യത്തിന് വേണ്ടിയാണ്, ദൈവമക്കൾക്ക് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ജാതികളുടെ സൗഖ്യത്തിന് വേണ്ടിയാണ്, അവർക്ക് വേണ്ടിയാണ് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത്. അവരെ ശുശ്രൂഷിക്കണം, സേവിക്കണം, അവരെ കരുതണം, എല്ലാ കാര്യത്തിനും വേണ്ടി. അപ്പോൾ ദൈവമക്കളോടുള്ള ബന്ധത്തിലോ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ തന്നെയാണ്, യഹോവ റാഫ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ തന്നെയാണ്.
ഇന്നും അങ്ങനെ തന്നെയാണ്. ഇന്നും അതിന് മാറ്റം വന്നില്ലെന്ന് അദ്ദേഹം പറയാനിടയായി. അപ്പോൾ ഞാൻ ഈ അസ്കലപ്പായസിൻ്റെ കാര്യം പറഞ്ഞ എന്തിനാന്ന് മനസ്സിലായോ? മോഡേൺ മെഡിസിനൊക്കെ ഉരുത്തിരിഞ്ഞു വന്നത് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിന്നാണ്. ഇനി നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യയിലുള്ള ഏറ്റവും പുരാതനമായ വൈദ്യശാസ്ത്ര ശാഖയാണ് ആയുർവേദം എന്ന് പറയുന്നത്. ആയുർവേദം. പിന്നെ വേറൊരു സംഭവം ഉണ്ടല്ലോ, അക്യൂപഞ്ചർ, അങ്ങനെ പലതും ഒക്കെ ഉണ്ട്. അതിൽ ആയുർവേദത്തോടുള്ള ബന്ധത്തിൽ ആയുർവേദത്തിലൂടെ സൗഖ്യം കൊടുക്കുന്ന ആരാ? ശ്രീമതി ധന്വന്തിരിയാണ്. ഏത് ആയുർവേദ ഹോസ്പിറ്റലിൽ നിങ്ങൾ ചെന്നാലും ധന്വന്തിരിയുടെ ഒരു പ്രതിമ അവിടെ ഉണ്ടാകും. ധന്വന്തിരിയുടെ ഫോട്ടോയോ പ്രതിമയോ എന്തെങ്കിലുമൊക്കെ. ഹോസ്പിറ്റൽ തുറക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ മാല ചാർത്തി ചന്ദനത്തിരിയും കത്തിച്ച് പൂജ അർപ്പിച്ചിട്ടല്ലാതെ, അതായത് ആയുർവേദ ഹോസ്പിറ്റലുകൾ റൺ ചെയ്യിക്കാറില്ല. മുസ്ലിം ഡോക്ടർമാർ നടത്തുന്ന ആയുർവേദ ക്ലിനിക്കാണെങ്കിൽ അവിടെ ചന്ദനത്തിരിയും പൂവും കായും ഒന്നും കൊടുക്കുമെന്ന് എനിക്കറിയില്ല. അല്ലാത്ത സകല ഇടങ്ങളിലാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. കേരളത്തിലെ പ്രസിദ്ധമായൊരു ഹോസ്പിറ്റലാണ് തൊടുപുഴയിലുള്ള ധന്വന്തിരി ഹോസ്പിറ്റൽ. ധന്വന്തിരി എന്ന് പറയുന്നൊരു വൈദ്യശാല തന്നെയുണ്ട്, പ്രസിദ്ധമായ വൈദ്യശാല. അതുപോലെ വളരെ പ്രസിദ്ധമാണ് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല. അതുപോലെ പല ആര്യവൈദ്യശാലകളും നമ്മുടെ നാട്ടിലുണ്ട്. ആ വൈദ്യശാലകളെല്ലാം റൺ ചെയ്യുന്നത് ശരിക്കും ധന്വന്തിരിയുടെ അനുഗ്രഹത്താലാണ്. അപ്പോൾ ധന്വന്തിരിയുടെ അനുഗ്രഹത്താലുള്ള ഈ ആയുർവേദ മരുന്നുകൾ അതൊക്കെ ഉരുത്തിരിഞ്ഞു വന്നത് വേദങ്ങളുമായി കണക്റ്റഡാണ്. അഥർവ വേദത്തിൽ നിന്നാണ്. നിങ്ങൾ അഥർവ വേദത്തെയൊക്കെ ഒന്ന് അന്വേഷിച്ച് പോയി കഴിയും. അതിൽ നിന്നാണ് ആയുർവേദ വൈദ്യശാസ്ത്ര സംബന്ധമായ ശാഖകളൊക്കെ മുളപൊട്ടി വന്നതും ഉരുത്തിരിഞ്ഞു വന്നതും. അതിനെ ഇന്നത്തെ കാലത്ത് മോഡേൺ സംവിധാനത്തിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നതേ ഉള്ളൂ. എപ്പോഴും ഓർക്കുക, ആയുർവേദവുമായി ബന്ധപ്പെട്ട അതിലെ സൗഖ്യദായക ശക്തി എന്ന് പറയുന്നത് ധന്വന്തിരിയാണ്. നമ്മൾ ധന്വന്തിരിനെ കൊച്ചാക്കുന്നൊന്നുമില്ല. ധന്വന്തിരിക്ക് പല കഴിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ടല്ലേ കോടാനുകൂടി ആളുകൾ ധന്വന്തിരിയെ ആശ്രയിക്കുകയും ധന്വന്തിരിയിലൂടെയുള്ള സൗഖ്യം പ്രാപിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ടൊക്കെയാണ്. അത് അങ്ങനെ ഒരു സൈഡിലൂടെ പോകുന്നു. മറു സൈഡിൽ മോഡേൺ മെഡിസിനുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത് എന്താ? അസ്കലപ്പായസ്. ഇതൊക്കെ നിങ്ങൾ അന്വേഷിക്കണം, പഠിക്കണം. പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഞാൻ എങ്ങനെയാണ് കൊണ്ടുവന്ന് കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവത്തെ ചൂണ്ടിക്കാണിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. ഒരു സഹോദരിയുടെ പ്രസവം. അതങ്ങനെ വീട്ടിൽ ചെയ്യേണ്ടതല്ല, അത് ഹോസ്പിറ്റലുകളിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ ചെയ്യേണ്ടതാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവം എന്ന് പറയുന്ന ഒരു രോഗമല്ല. രോഗത്തോടൊക്കെയുള്ള ബന്ധത്തിലാണ് ഈ ഇങ്ങനത്തെ സമർപ്പണത്തിൽ പോകുന്ന ആളുകൾ വൈദ്യരെ ആശ്രയിക്കാൻ പോകാൻ അവർക്കൊരു ബുദ്ധിമുട്ടുള്ളത്. അതൊക്കെ അത് നമ്മൾ സമ്മതിച്ചു. അങ്ങനെയുള്ള ആളുകൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. അല്ലാത്തവരെ സംബന്ധിച്ച് ഇതൊക്കെ ഒന്ന് കേട്ട് മുന്നോട്ട് പോവുക എന്നുള്ളൂ. ആരെങ്കിലും നിർബന്ധിക്കുന്നതോ നിങ്ങളുടെ മേലൊരു ഷാഡി ഇടുന്നതോ ഒന്നുമല്ല. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നമ്മൾ വചനം പഠിച്ചു വരുമ്പോൾ ഇങ്ങനൊരു തലമുണ്ട്. ഇതൊരു ഉയർന്ന തലമാണ്. ആ ഉയർന്ന തലത്തിൽ അങ്ങനെയുള്ള ആളുകൾ ആ ഒരു തലത്തിൽ പോവും. അവരങ്ങനെ പോട്ടെ. നമുക്ക് അത്രയൊന്നും സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ സാരമില്ലെന്നേ. അതും സാരമില്ല, കർത്താവ് കരുതിക്കൊള്ളും. നിങ്ങൾക്ക് വേണ്ടുന്ന കൃപയും കാര്യങ്ങളൊക്കെ തരും. ഇങ്ങനെയും ഉണ്ട് എന്നൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അമേരിക്കയെക്കുറിച്ച് കേൾക്കാത്ത ഒരാളോട് നമ്മൾ പറയുകയാണ്, അമേരിക്ക എന്ന് പറയുന്നൊരു രാജ്യമുണ്ട്, അവിടെ 50-ലടുത്ത് സ്റ്റേറ്റുകളുണ്ട്, അവിടെ ഇങ്ങനെ റോഡും തോടും ഒക്കെ ഉണ്ട്, അവിടെ പിന്നെ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്തിനാ അങ്ങനെ ഞങ്ങളോട് പറഞ്ഞത്? കേട്ട് കഴിയുമ്പോൾ ഞങ്ങൾക്ക് കൊതിയാവില്ല അമേരിക്കയ്ക്ക് പോകാൻ. അങ്ങനെ കൊതിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു സാധനം ഉണ്ടെന്നൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്, അവിടെ മനുഷ്യപ്പാർപ്പുണ്ട്, അവിടെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് നിങ്ങളെ ഒന്ന് ധരിപ്പിച്ചു. അതുപോലെ ക്രിസ്തീയ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു ഉയർന്ന തലമുണ്ട്. ആദിമ നൂറ്റാണ്ടിൽ വിശുദ്ധന്മാർ ഇങ്ങനെയായിരുന്നു, അപ്പസ്തലന്മാർ ഇങ്ങനെയായിരുന്നു എന്നൊന്ന് ധരിപ്പിച്ചെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ആ ഒരു നിലയിലേക്ക് എത്താത്ത ആളുകളെയൊക്കെ എടുത്ത് അറബിക്കടലിൽ എറിയൊന്നുമില്ല. ഒന്നും പേടിക്കേണ്ട ആരും. കുഞ്ഞാടിൻ്റെ കാന്ത ഉയർന്ന തലത്തിലേക്ക് ഉയർന്നു വരണം. ആ ഉയർന്ന തലത്തിലേക്ക് ലോകമെമ്പാടുമുള്ള വിശുദ്ധന്മാർ ഇവ കാര്യങ്ങളിലൊക്കെ നല്ല ബോധ്യത്തിലേക്ക് എത്തണം. ഞാൻ പറഞ്ഞു, ഫിലിപ്പ് ലേഖനത്തിലെ വാക്യം സൂചിപ്പിച്ചു നിങ്ങളുടെ മുമ്പിൽ. പൗലോസ് പറയുന്നു, മരിക്കുന്ന എനിക്ക് ലാഭമാണ്, അതിനെക്കുറിച്ച് എനിക്ക് വേവലാതിയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അതേസമയം പരിജ്ഞാനമില്ലാതെ ആളുകൾ മരിക്കുന്നുണ്ട്. അത് പൗലോസിൻ്റെ ലേഖനം വായിച്ചിട്ടല്ല. 2-3 ദിവസം മുമ്പ് പാലക്കാട് ഒരു സഹോദരി, യൗവനക്കാരിയായ ഒരു സഹോദരി മരിച്ചു, സൂയിസൈഡ് ചെയ്തു. അതിൻ്റെ കാരണം ആ പുള്ളിക്കാരിയുടെ ബർത്ത്ഡേയോടുള്ള ബന്ധത്തിൽ തൻ്റെ ഭർത്താവ് വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടതിനകത്ത് ലവ് ചിഹ്നമോ ഏതോ ചിഹ്നം 2-3 എണ്ണത്തിൻ്റെ കുറവ് വന്നു. പുള്ളിക്കാരി കെട്ടി തൂങ്ങി ചത്തു. തന്നോട് ഭർത്താവിന് പണ്ടത്തെ ആ സ്നേഹം ഇല്ല. സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ലവ് ചിഹ്നം 3-2 ഒതുക്കില്ലായിരുന്നു, നിശ്ചയമായും 5-6 ഇട്ടേനെ. ഞാൻ അത്ഭുതപ്പെട്ടു. ഈ ദൈവമേ, പെണ്ണുങ്ങളെന്ന് പറയുന്നൊരു സംഭവം ഒരു ഭയങ്കര മഹാസംഭവമാണ്. ലവ് ചിഹ്നത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വല്ലോ സായിപ്മാരെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാടിനെ കുറിച്ച് എന്തായിരിക്കും വിചാരിക്കുന്നത്? ഞാൻ ഇന്നലെ വായിച്ചത്, അത് മിനിങ്ങാന്നോ നാലേനാളോ മറ്റോ നടന്നൊരു കാര്യമാണ്.
അപ്പോൾ അത് പരിജ്ഞാനക്കേട് കൊണ്ട് ആത്മഹത്യ ചെയ്തതിന് പൗലോസിൻ്റെ ലേഖനമല്ല അതിൻ്റെ കാരണം. മരിക്കുന്ന എനിക്ക് ലാഭമാണെന്ന് പറഞ്ഞല്ല പുള്ളിക്കാരി മരിച്ചത്. പുള്ളിക്കാരി ഇതൊന്നും കേട്ടിട്ടില്ലെന്നേ. പുള്ളിക്കാരി വേറെ ചിന്തയിൽ മരിച്ചതാണ്. അതല്ല, വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ പറഞ്ഞു വരുമ്പോൾ അങ്ങനെയല്ല. മരണഭയം ഇല്ലെന്നവർക്ക്. അവർക്ക് മരണഭയമില്ല. അവർ മരണത്തെ മറികടന്നവരാണ്. അവർ ജീവൻ്റെ തുടുപ്പിലാണ് മുൻപോട്ട് പോകുന്നത്. ആത്മാവ് നടത്തുകയാണ്. അവർ വചനത്തിൽ നിലനിൽക്കുകയാണ്. ദൈവശക്തി അവരിൽ വ്യാപരിക്കുകയാണ്. ആ കാരണത്താലാണ് അന്നത്തെ കാലത്ത് അവർ അങ്ങനെ മുന്നോട്ട് പോയത്. അല്ലാതെ വേറെ കഥയൊന്നുമല്ല. ഈ കാര്യം പറയുന്നതിനിടയ്ക്ക് ഈ മറുസൈഡിൽ ഈ മെഡിസിൻ സംവിധാനത്തിൻ്റെ ഉത്ഭവങ്ങളും അതിൻ്റെ നടത്തിപ്പും കാര്യങ്ങളും കൂടെ നിങ്ങളുടെ മുമ്പാകെ സൂചിപ്പിച്ചത് എന്താ? എന്നെപ്പോലെ ഒരാൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടും പഠിച്ചും വന്നു കഴിഞ്ഞപ്പോൾ അത് ശരി, അസ്കലപ്പായസിനെ ആശ്രയിക്കുന്നതിനേക്കാളും നല്ലത് യഹോവയിൽ ആശ്രയിക്കുകയല്ലേ. അപ്പോൾ ചത്തുപോയാലോ? പോയാൽ പോട്ടെ. എനിക്കെന്ത് നട്ടെന്ന് പാട്ടുകാരൻ പാടിയതുപോലെ എനിക്കെന്നാ നട്ടം, പോയാൽ പോവും, അത്ര തന്നെ. അപ്പോൾ നമ്മുടെ തമിഴ് സഹോദരന്മാർ പറയുന്ന പോലെ പോണാൽ പോകട്ടും പോടാന്നുള്ള രീതിയിലായിരിക്കും അവരങ്ങനെ ആ തലയെടുപ്പിൽ പോവുള്ളൂ. അവർക്ക് നാളെയും മറ്റന്നാളൊന്നുമില്ല. അവർക്ക് ഇന്നൊരു ദിവസമേ ഉള്ളൂ. അവരുടെ പോക്കങ്ങനെയാണ്. അവരുടെ ജീവിതം ഒരു വ്യത്യസ്തമായ ജീവിതമാണ്. അപ്പോൾ അത് നിങ്ങളുടെ മുമ്പാകെ വെച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ആയുസ്സിൽ ആ ഒരു ഉയർന്ന തലത്തിലേക്കൊക്കെ എത്തിപ്പെടാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കും, കൈത്താങ്ങൽ നൽകും. ഇതിനിടയ്ക്ക് ഇത് കേട്ടിട്ട് ആരും സങ്കടപ്പെടരുത്. അയ്യോ ഞങ്ങൾ കുറവുള്ളവരാണ്, ഞങ്ങളിങ്ങനെ വൈദ്യരെ ആശ്രയിക്കുകയല്ലേ എന്നൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത്. ഇങ്ങനെ സമർപ്പണത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകളെ കുറേ പണ്ഡിതന്മാരൊക്കെ ചുമ്മാ ഇങ്ങനെ വരഞ്ഞ് ഉപ്പ് തേക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ പ്രസംഗിച്ചെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാനിങ്ങനത്തെ കാര്യങ്ങൾ പ്രസംഗിക്കുന്ന ആളല്ല, ആരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്ന ആളല്ല എന്ന് നിങ്ങൾക്കും അറിയാം. ഞാൻ എൻ്റെ ഒരു സൈഡ് വഴി പോകുന്ന ആളാണ്. പണ്ഡിതന്മാരൊന്നും അധികം നിഗളിക്കേണ്ട. ഒരു കാലഘട്ടത്തിൽ വിശുദ്ധന്മാർ ആ ഒരു സമർപ്പണാനുഭവത്തിൽ മുൻപോട്ട് പോയത് അവരൊന്നും കാണാതെയല്ല മുൻപോട്ട് പോയത്. അവർ ദൈവശക്തിയിൽ മുൻപോട്ട് പോയി ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവകൃപയിൽ അവർ ആത്മാവിൽ ആനന്ദിച്ച് സന്തോഷിച്ച് മൺമറഞ്ഞു പോയ ആളുകളാണ്. നമുക്കതിനൊന്നും കഴിയുന്നില്ല. നമ്മൾ തടിച്ച പുസ്തകങ്ങളൊക്കെ മറിച്ച് നോക്കി കുറേ ബുദ്ധിയിൽ കുറേ പോയിന്റ്സ് ഒക്കെ പറയുന്നുണ്ടെന്നുള്ളൂ. അതൊന്നും അല്ല. ഒരു കാലഘട്ടത്തിൽ മലയാളക്കര വറച്ചു പോയിട്ടുണ്ട്. പെന്തിക്കോസിൽ വ്യാപരിച്ചിരുന്ന ദൈവശക്തി. രോഗികൾ സൗഖ്യമാകുന്നു. അന്ന് അവരുടെ സ്ലോഗൻ എന്തായിരുന്നു? യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു. അല്ലേ? കൂട്ടായ്മകളിലേക്കൊക്കെ കടന്നു വന്നു കഴിയുമ്പോൾ അവിടെ ദൈവിക രോഗശാന്തിയുടെ പ്രകടനങ്ങളായിരുന്നു. പെന്തക്കോസ്ത് മുന്നേറ്റത്തിൻ്റെ പിന്നിൽ അതൊരു വലിയ ഘടകമായിരുന്നു. അന്ന് മാറാ രോഗികളെയൊക്കെയാണ് അന്നത്തെ കൂട്ടായ്മകളിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്ന് കൺവെൻഷനൊക്കെ വെച്ച് വലിയ സ്പെഷ്യലൈസ്ഡ് ആൾക്കാരെ കൊണ്ടുവരുന്ന പോലെയല്ല, ലോക്കൽ ചർച്ചുകളിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ ആത്മാവിലുള്ള ആരാധനയിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ ദൈവകൃപയുടെ അധികരിച്ച വ്യാപാരം ജനം അനുഭവിക്കുകയാണ്. അതിൻ്റെ നടുവിൽ രോഗികൾ സൗഖ്യമാകുകയാണ്. അങ്ങനെയൊക്കെ ദേശത്ത് വിസ്ഫോടനങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. മലയാളക്കരയിൽ രോഗസൗഖ്യം മാത്രമല്ല കേട്ടോ, പല കാര്യങ്ങളും ദൈവപ്രവൃത്തികൾ സംഭവിച്ചിരുന്നു ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ആ കാലഘട്ടത്തിലേക്ക് ഒരു മടങ്ങിപ്പോക്കുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പ്രസംഗിക്കുക എന്നുള്ളതല്ലേ നമ്മുടെ ഉത്തരവാദിത്വം. വചനം വെളിപ്പെടുത്തുക എന്നുള്ളതല്ലേ നമ്മുടെ ഉത്തരവാദിത്വം. ആ വെളിപ്പെട്ട വചനത്തിൽ നിലനിന്ന് മുൻപോട്ട് പോവുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം. അങ്ങനെ ആ വചനത്തിൽ നിലനിന്ന് വിശുദ്ധന്മാരെ അതിലേക്ക് ആഹ്വാനം ചെയ്ത് നമുക്ക് ഈ ക്രിസ്ത്യാനിറ്റിയുടെ ത്രില്ലൊക്കെ വിശ്വാസ ജീവിതവും രോഗശാന്തിയൊക്കെ ഒരു സൈഡിൽ വെക്കാം. അതല്ലാതെ തന്നെ വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു ത്രില്ലുണ്ടല്ലോ. എന്തിനും ഏതിനും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവഹിതം മനസ്സിലാക്കി അങ്ങനെ പോകാനായിട്ടുള്ളൊരു പരിശ്രമം അങ്ങനെ അങ്ങനെയൊന്നും പലരിലും കാണുന്നില്ല. നിസാര കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ തന്നെ പലരും അങ്ങ് ബേജാറാകുകയാണ്, സങ്കടപ്പെടുകയാണ്, നിരാശപ്പെടുകയാണ്. അതാണ് സത്യത്തിൽ നമ്മളിന്ന് കാണുന്നത്. അങ്ങനെയൊന്നും അല്ല വേണ്ടത്. നമ്മൾ ആ തലയെടുപ്പിൽ മുൻപോട്ട് പോകണം. നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവിലേക്ക് വരണം. നമ്മുടെ മേൽ വ്യാപരിക്കുന്നത് എന്ത് ശക്തിയാ സഹോദരങ്ങളെ! നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നിങ്ങളിപ്പോഴും CSIക്കാരാണോ? നിങ്ങളിപ്പോഴും മർത്തോമി ഓർത്തഡോക്സ് അങ്ങനെയൊക്കെയാണോ? പെന്തക്കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? പരിശുദ്ധാത്മ ശക്തിയിൽ ജീവിക്കുന്നൊരു ജീവിതമല്ലേ? ആത്മാവിനാൽ നയിക്കപ്പെടുന്നൊരു ജീവിതമല്ലേ? പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, ദീനക്കാരനായ മകനെ വേഗം നീ ലിസി ഹോസ്പിറ്റലിലേക്ക് പോകും, അവിടെ വെച്ച് പ്രാർത്ഥിച്ചേരെ, ഞാൻ അവിടെ വെച്ച് ഡോക്ടറുടെ കൂട്ടത്തിലൂടെ സൗഖ്യം തന്നേക്കാമെന്നാണോ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താ? ഗൗരവമായ കാര്യങ്ങളാണ് സഹോദരങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചത്. ഈ കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ ചിന്തിക്കുക. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ചിന്തകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ പിന്നീട് അറിയിക്കുക.
പാസ്റ്റർ ഈ പറഞ്ഞ കാര്യത്തോട് ഞങ്ങൾക്ക് യോജിപ്പുണ്ടെന്നോ വിയോജിപ്പുണ്ടെന്നോ ഒക്കെ. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന് ശുശ്രൂഷാനുഭവത്തിലേക്ക് വന്നതിന് ശേഷം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അങ്ങനെ ഒരു ഗൗരവത്തിലേക്കൊന്നും ഞാൻ എത്തിയില്ല. സാവധാനമാണ് എനിക്ക് മുൻപോട്ട് വരാൻ കഴിഞ്ഞത്. അപ്പോൾ ആ സമയത്ത് ഞാൻ അങ്ങനത്തെ സമർപ്പണത്തിൽ ജീവിച്ചു പോയ ആരെയും പുച്ഛിച്ചില്ല, അവരെ നിന്ദിച്ചില്ല, പരിഹസിച്ചില്ല. അതാണ് എനിക്ക് ആകെ പറയാനുള്ളൊരു കാര്യം നിങ്ങളോട്. ആ ഒറ്റ കാര്യം. നമ്മൾ അങ്ങനത്തെ അനുഭവത്തിലൊന്നും അല്ലായിരിക്കാം. അങ്ങനത്തെ സമർപ്പണത്തിലും അനുഭവത്തിലും പോകുന്ന ആളുകളെ ഒന്നും നമ്മൾ പരിഹസിക്കാനോ പുച്ഛിക്കാനോ നിന്ദിക്കാനോ പോകരുത്. വചനം എവിടെ, അതാ ഇതാന്നൊക്കെ ചോദിച്ചു വന്നു കഴിഞ്ഞാൽ, ഒരു സാധുവായ മനുഷ്യൻ അങ്ങനത്തെ സമർപ്പണത്തിലാണെങ്കിൽ അവൻ നിന്നോട് തിരിച്ചു ചോദിക്കുക, ആസ വൈദ്യനെ അന്വേഷിച്ചു, യഹോവയെ അന്വേഷിച്ചില്ല, അതിൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നീ വെള്ളത്തിലായി പോകും. ബന്ധിക്കോസുകാരാ, നീ വെള്ളത്തിലായി പോവും, നീ വല്ലാത്ത പരുവത്തിലായി പോവും. അതുകൊണ്ട് അങ്ങനത്തെ ചോദ്യത്തിനോ പരിപാടിക്കോ പോകണ്ട. അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ പോട്ടെ, അവരാരെയും ഉപദ്രവിക്കാനൊന്നും വരുന്നില്ലല്ലോ. അവരാകെ യഹോവയിൽ ആശ്രയിക്കുന്നു എന്നല്ലേ ഉള്ളൂ, വൈദ്യനിൽ ആശ്രയിക്കുന്നില്ല. അത്രമാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഒരിക്കലും നിന്ദിക്കാൻ പോകേണ്ട കാര്യമില്ല. അവരെ അവരുടെ പാട്ടിന് വിടുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുകയാണ്. ഈ ചിന്തകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. താങ്ക് യു.